ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. സൈക്കാട്രി മനുഷ്യ മനസ്സുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, മനുഷ്യ മനസ്സുകളുടെ സങ്കീർണമായ യാത്രയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് സൈക്കാട്രി. സൈക്കാട്രി പഠനം വളരെ രസകരവും എന്നാൽ അത് പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു തലമാണ് സൈക്കാട്രി. എന്താണ് സൈക്കാട്രി എന്നും സൈക്കാട്രിയുടെ തുടക്ക കാലഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സും സൈക്കാട്രിസ്റ്റും ആരൊക്കെയാണ് എന്നും സൈക്കാട്രിയിൽ ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് എന്തൊക്കെയാണ് എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് സഹകാരി റൈസ് പ്ലസിൻ്റെ ആപ്പിലൂടെ കിട്ടാൻ പോകുന്ന ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. സോ ഇന്ന് പറയാൻ പോകുന്ന ടേംസ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ക്ലാസ്സിനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്ന്. സോ ഈ പറയുന്ന വ്യക്തികളെ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. ഇതിൽ ആദ്യത്തെ 1-2 പേരുകൾ പ്ലാറ്റോ, ഹിപ്പോക്രൈറ്റ്സ്, പൈതഗോറസ്, 3 പേരുകൾ. ഇവ മൂന്നും ഫിലോസഫേഴ്സാണ് അല്ലേ? ഇവ മൂന്നും ഫിലോസഫേഴ്സാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, ഏതൊരു വൈജ്ഞാനിക ശാഖയും തുടങ്ങി വെക്കുന്നത് ഫിലോസഫേഴ്സ് ആയിരിക്കും. അതിൻ്റെ കാരണം നമ്മുടെ വൈജ്ഞാനിക മേഖല വികസിച്ച് വന്നത് ഫിലോസഫിയിൽ നിന്നാണ്, തത്വശാസ്ത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് കാണുന്നത് പോലെ പരീക്ഷണശാലയും മറ്റും ഇല്ല എങ്കിൽ കൂടിയും അവരുടെ ദൈക്ഷണിക കഴിവ് കൊണ്ട്, ഇൻ്റലക്ച്വൽ എബിലിറ്റി കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും അവർ അനുമാനിച്ചെടുത്തിട്ടുണ്ടാവും. അത് പിന്നീട് പിൽക്കാലത്തെ സിസ്റ്റമാറ്റിക് സ്റ്റഡീസ്, സയൻറ്റിഫിക് സ്റ്റഡീസിൻ്റെ സഹായത്തോടെ ശരിയാണ് എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുമുണ്ട്. സോ ഫിലോസഫേഴ്സിൽ നിന്നാണ് ഏതൊരു പഠനവും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് 3 ഫിലോസഫേഴ്സിനെ കുറിച്ച് നോക്കാം. പക്ഷെ അവർ ഫിലോസഫർ എന്ന രീതിയിൽ മാത്രം നമ്മൾ കാണേണ്ടവരല്ല. ഒന്ന് പ്ലാറ്റോയാണ്. പ്ലാറ്റോ എന്താ പറഞ്ഞിട്ടുള്ളത്? ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മൈൻഡ് ആൻഡ് ബോഡി. മനുഷ്യന്റെ മനസ്സും ശരീരവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് പ്ലാറ്റോയാണ്, ഫിലോസഫറായിട്ടുള്ള പ്ലാറ്റോയാണ്. ദെൻ ഹിപ്പോക്രാറ്റസ്, അദ്ദേഹം ഫാദർ ഓഫ് മെഡിക്കൽ സയൻസ്, വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ ആരുടെ ചിത്രമുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ചിത്രമല്ല, പ്രതിമയുണ്ട്. അദ്ദേഹത്തിൻ്റെ തലവരെയുള്ള ഒരു പ്രതിമ ഉണ്ടാവും. സോ ഡിസ്ക്രൈബ്ഡ് മെൻ്റൽ ഇൽനെസ് ആസ് ഹിസ്റ്റീരിയ, മാനിയ, ഡിപ്രഷൻ. മാനസിക രോഗങ്ങൾ, അത് ഹിസ്റ്റീരിയ, മാനിയ, ഡിപ്രഷൻ തുടങ്ങിയ മാനസിക രോഗങ്ങൾ ഉണ്ട് എന്ന് പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ്. അപ്പോൾ അദ്ദേഹത്തിനെ ഓർത്തിരിക്കുക. ദെൻ പൈതഗോറസ് ഉണ്ട്. പൈതഗോറസ് ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ദാറ്റ് ദ ബ്രെയിൻ ഈസ് ദ സീറ്റ് ഓഫ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി. മാനസിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ് എന്ന് പറഞ്ഞത് പൈതഗോറസ് ആണ്. അപ്പോൾ ഈ 3 ഫിലോസഫേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇവർ 3 പേരും സൈക്കാട്രിയുടെ പഠനങ്ങൾ തുടങ്ങി വെക്കാൻ കാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ദെൻ നമുക്ക് ആധുനിക മനഃശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡാണ് മനുഷ്യ മനസ്സുകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠനങ്ങൾ ആരംഭിച്ചത്. സിഗ്മണ്ട് ഫ്രോയിഡാണ്. സോ അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയാണ് മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അവലോകനം നടത്തി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേരും ഓർത്തിരിക്കണം. സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിറ്റിക് തിയറിയുടെ പിതാവാണ്. ഈ സൈക്കോ അനാലിറ്റിക് തിയറിയാണ് സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ പറയുകയും നമ്മുടെ അബോധ മനസ്സിലെ ഓർമ്മകൾ, ചില ഓർമ്മകൾ നമ്മുടെ അബോധ മനസ്സിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കും. അതാണ് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്. അവ പുറത്തെടുത്ത് മനുഷ്യന്റെ മനസ്സിനെ സുഖപ്പെടുത്താൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നമുക്ക് സൈക്കാട്രിയിലേക്ക് വരാം. സൈക്കാട്രിയിലേക്ക് വരുന്ന സമയത്ത് ആസ്ക്ലെപീഡിയസ് എന്ന് പറയുന്ന ആളാണ് ഫാദർ ഓഫ് സൈക്കാട്രി. ആസ്ക്ലെപീഡിയസ് ആണ് ഫാദർ ഓഫ് സൈക്കാട്രി. ദെൻ ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി ഫിലിപ്പെ പിനലാണ്. ഫിലിപ്പെ പിനലാണ് ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി. അപ്പോൾ ഫാദർ ഓഫ് സൈക്കാട്രി എന്ന് മാത്രം ചോദിച്ചാൽ ആസ്ക്ലെപീഡിയസ് ആണ്. എന്നാൽ ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി എന്ന് ചോദിച്ചാൽ ഫിലിപ്പെ പിനലാണ്. ഇനി ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കാട്രി ഉണ്ട്, ബെഞ്ചമിൻ റഷ്. ഫാദർ ഓഫ് അമേരിക്കൻ കേട്ടോ,
മോഡേൺ സൈക്കാട്രിയാണ് ഫിലിപ്പെ പിനൽ. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കാട്രിയാണ് ബെഞ്ചമിൻ റഷ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അമേരിക്കയിലെ ആദ്യത്തെ സൈക്കാട്രിക് ടെക്സ്റ്റ് ബുക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് മെഡിക്കൽ എൻക്വയറീസ് ആൻഡ് ഒബ്സർവേഷൻസ് അപ്പോൺ ദ ഡിസീസ് ഓഫ് ദ മൈൻഡ് എന്ന പേരിൽ 1812 പ്രസിദ്ധീകരിച്ച ബെഞ്ചമിൻ റഷ്റ്റിൻ്റെ പുസ്തകമാണ് അമേരിക്കയിലെ ആദ്യത്തെ സൈക്കാട്രിക് പുസ്തകമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സൈക്കാട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിദ്യാസാഗറാണ്. ഡോക്ടർ വിദ്യാസാഗറാണ് ഇന്ത്യൻ സൈക്കാട്രിയുടെ പിതാവ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സൈക്കാട്രി എന്ന ടേം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണെന്ന് നോക്കാം. ജോഹാൻ ക്രിസ്ത്യൻ റെയിൽ. ജോഹാൻ ക്രിസ്ത്യൻ റെയിലാണ് സൈക്കാട്രി എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സൈക്കാട്രിക് നഴ്സിംഗിലേക്ക് വരാം. സൈക്കാട്രി എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്. അതേപോലെ നഴ്സിംഗിലേക്ക് വരുമ്പോൾ അവിടെ സൈക്കാട്രിക് നഴ്സിംഗ്, സൈക്കാട്രിയിലും നേഴ്സസിൻ്റെ ആവശ്യം വരുന്നുണ്ട് അല്ലേ? മാനസിക രോഗങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന, അതിനെ കെയർ ചെയ്യുന്ന നേഴ്സസ് ഉണ്ട്. അപ്പോൾ സൈക്കാട്രിക് നേഴ്സ് എന്ന ടേം പിൽക്കാലത്ത് വരുന്നു, ആ ഒരു ശാഖ വരുന്നു. അവിടെ ആദ്യമായിട്ട് ഗ്രാജുവേഷൻ നേടുന്നത് ലിൻറ്റ റിച്ചാർഡ്സ് ആണ്. അപ്പോൾ ലിൻറ്റ റിച്ചാർഡ്സ് എന്ന നേഴ്സാണ് ആദ്യമായിട്ട് സൈക്കാട്രിക് നഴ്സിംഗിൽ ഗ്രാജുവേഷൻ നേടുകയും ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കാട്രിക് നേഴ്സായി മാറുകയും ചെയ്തത് ലിൻറ്റ റിച്ചാർഡ്സ് ആണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സൈക്കാട്രിക് നേഴ്സിംഗ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതും ആദ്യത്തെ സൈക്കാട്രിക് നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്തതും ലിൻറ്റ റിച്ചാർഡ്സ് ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ചില പേരുകൾ, പ്രധാനപ്പെട്ട ചില പേരുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ കുറച്ച് വ്യക്തികളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ അതിൽ ഓരോ വ്യക്തികളുടെയും പേരും അവരുടെ പ്രത്യേകതയും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട, സൈക്കോളജി അല്ല സൈക്കാട്രി, രണ്ടും രണ്ടാണ്. സൈക്കോളജി ആകുമ്പോൾ മനുഷ്യ മനസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. സൈക്കാട്രിയിൽ മാനസിക പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്ന കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കുക. സോ സൈക്കാട്രിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ടെർമിനോളജീസ് നമ്മൾക്ക് നോക്കാം. ഒന്ന് അജിറ്റേഷൻ. എന്താണ് അജിറ്റേഷൻ? അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ആൻസൈറ്റി വിത്ത് സീവിയർ മോട്ടോ റെസ്റ്റ്ലെസ്നെസ്. ഇത് വളരെ സീവിയർ ആയിട്ടുള്ള, മാരകമായിട്ടുള്ള മോട്ടോ റെസ്റ്റ്ലെസ്നെസ് അഥവാ ഒരാൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല, ആൻസൈറ്റി കാരണമായിട്ട് ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് അജിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആൻസൈറ്റി കാരണമായിട്ട് ആള് എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്, റെസ്റ്റായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, അതാണ് റെസ്റ്റ്ലെസ്നെസ്. ആള് നിരന്തരം എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് അജിറ്റേഷൻ. നമ്മൾ അജിറ്റേറ്റഡ്, അസ്വസ്ഥരാണ് എന്ന് നമ്മൾ പറയും. ആൻസൈറ്റിയാണ് അതിൻ്റെ കാരണം. ഓക്കെ അല്ലേ? സോ എന്താണ് ആൻസൈറ്റി? ആൻസൈറ്റി എന്ന് പറയുമ്പോൾ അതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് ദാറ്റ് ഇൻവോൾവ് എക്സസീവ് ഫിയർ ആൻഡ് വറി. അവിടെ നമുക്ക് ദേഷ്യമല്ല, പേടിയും ദുഃഖവും ഒരുപാടുണ്ടാകും. ആൻസൈറ്റി, നോർമൽ ആൻസൈറ്റി ഉണ്ട്, ഡിസോർഡറും ഉണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങൾ വരും അല്ലേ? നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന, നമുക്ക് പേടി ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉത്കണ്ഠ ഉണ്ടാക്കും. എന്നാൽ ഡിസോർഡർ ആകുമ്പോൾ അവിടെ എക്സസീവ് ഫിയർ ആൻഡ് വറിയാണ്. ഒരു കാര്യത്തെക്കുറിച്ച്, മിക്കവാറും ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പേടിയും ദുഃഖവും അധികരിക്കുന്ന സമയത്ത് അത് ആൻസൈറ്റി ഡിസോർഡറായി മാറുന്നു. ദേ ക്യാൻ ബി ഡെബിലേറ്റിംഗ് ആൻഡ് ഇന്റർഫിയർ വിത്ത് ഡെയിലി ലൈഫ്. അപ്പോൾ ഇവകൾ കാരണമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോലും നമുക്ക് കഴിയാതെ വരുന്നു. മനസ്സിലായോ? അപ്പോൾ ആൻസൈറ്റി കാരണമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിലെ പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് അതൊരു ഡിസോർഡറായിട്ട് മാറുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലേഡി ആൻസൈറ്റി ഡിസോർഡർ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഫീലിങ്സ് ഓഫ് നെർവസ്നെസ്. ആൾക്ക് ഒരു നെർവസ്നെസ് ഫീലിംഗ് ഉണ്ടാകുന്നു, തൊണ്ട വരണ്ടു വരുന്നു, ഡ്രൈ മൗത്ത് ഉണ്ടാകുന്നു, ഡിസിനെസ്, ഒരു ഉറക്കം തൂങ്ങിയ അവസ്ഥയാണ് സംഭവിക്കുന്നത്. ദെൻ എപ്പോഴും ഒരു കോട്ടുമായിട്ടുകൊണ്ട് ഉറക്കത്തെ പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ. ദെൻ അനേബിൾ ടു സ്റ്റേ സ്റ്റിൽ, ആൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല, എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദെൻ റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പ് കൂടുന്നു. ഇതൊക്കെയാണ് ആൻസൈറ്റി ഡിസോർഡറിൻ്റെ അടയാളങ്ങൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? സോ അതുകൂടി ഓർത്തിരിക്കുക. നോസിയ കൂടെ ഉണ്ട് അല്ലേ? വോമിറ്റിംഗ് ടെൻഡൻസി,
നമ്മൾ ഓക്കാനെന്ന് പറയില്ല, വോമിറ്റിംഗ് ടെൻഡൻസി, ഇതൊക്കെയാണ് ആൻസൈറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസ്. അപ്പോൾ നോർമൽ ആൻസൈറ്റി വേറെയാണ്. നോർമൽ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ആൻസൈറ്റി ഉണ്ടാകാൻ ഇപ്പോൾ എക്സാം എടുക്കുമ്പോൾ നമുക്കൊരു ഉത്കണ്ഠ ഉണ്ടാകും, അത് പെട്ടെന്ന് തന്നെ മാറും, അതൊരു നോർമൽ ആൻസൈറ്റിയാണ്. ഡിസോർഡർ ആകുമ്പോൾ പിന്നീട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ വരുന്ന ഈ പറയപ്പെട്ട സിംറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അത് ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് മാറുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? സോ ആംബിവാലൻസ്. എന്താണ് ആംബിവാലൻസ് എന്ന് പറയുന്നത്? ആംബിവാലൻസ് എന്ന് പറയുമ്പോൾ ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ടു ഓപ്പോസിംഗ് ഡ്രൈവ്സ്, ഡിസയേഴ്സ്, ഫീലിംഗ്സ് ഓർ ഇമോഷൻസ് ടുവേഴ്സ് ദ സെയിം പേഴ്സൺസ്, ഒബ്ജക്റ്റ് ഓർ ഗോൾ, എ കോൺഫ്ലിക്റ്റ് ടു ഡു ഓർ നോട്ട് ടു ഡു. ആംബിവാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള, പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഡ്രൈവ്സ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഫീലിങ്സ് ഉണ്ടാകും. അപ്പോൾ ഒരാളോട് തന്നെ നമുക്ക് സ്നേഹം ഉണ്ടാകുന്നു, വെറുപ്പും ഉണ്ടാകുന്നു. അപ്പോൾ അയാളോട് നാം എന്താണ് ചെയ്യേണ്ടത്? അയാളെ സ്നേഹിക്കണോ അല്ലെങ്കിൽ അയാളെ റിജക്റ്റ് ചെയ്യണോ എന്നൊരു കോൺഫ്ലിക്റ്റ്, എ കോൺഫ്ലിക്റ്റ് ടു ഡു ഓർ നോട്ട് ടു ഡു, അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ആംബിവാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യത്തോട് നമുക്ക് താല്പര്യം തോന്നുന്നു, അതോടൊപ്പം തന്നെ അതിനോട് വിയോജിപ്പും തോന്നുന്ന അവസ്ഥ, അതാണ് ആംബിവാലൻസ്. ദ കോഎക്സിസ്റ്റൻസ് ഓഫ് ടു ഓപ്പോസിംഗ് ഡ്രൈവ്സ്. അതിനെ സ്വീകരിക്കാനും തള്ളാനും. ഇവിടെ രണ്ട് വ്യക്തികൾ നിൽക്കുകയാണ്, ഇവർക്ക് രണ്ടുപേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുണ്ട്, അതോടൊപ്പം തന്നെ വെറുപ്പുണ്ട്. കണ്ടില്ലേ, അവരുടെ നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് ഹേർട്ടാണ്. അപ്പോൾ സ്നേഹമുണ്ട്, എന്നാൽ അവരോട് അത്ര അടുക്കാനുള്ള താല്പര്യവും ഇല്ല. അപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഡിസയേഴ്സ്, ഫീലിങ്സ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആംബിവാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡ്രൈവ്സ്, ഡിസയേഴ്സ്, ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ആംബിവാലൻസ് ആണ് എന്നാണ് വിളിക്കുക. സോ അവിടെ നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നത് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് അംനേഷ്യയാണ് കേട്ടോ. അംനേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പത്തോളജിക്കൽ ഇമ്പയർമെൻറ്റ് ഓഫ് മെമ്മറി, ഓർമ്മ നഷ്ടപ്പെടുന്ന മാനസിക അവസ്ഥയാണ്, മാനസിക രോഗത്തെയാണ് നമ്മൾ എന്ത് പറയുക? അംനേഷ്യ എന്ന് പറയുക. അംനേഷ്യ രണ്ട് തരത്തിൽ, രണ്ടല്ല പല ടൈപ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 ടൈപ്സ് നമ്മളിവിടെ പറയുകയാണ്. 2 ടൈപ്പ് പറയാണ്. ആൻറ്റിറോഗ്രേഡ് അംനേഷ്യയും ഉണ്ട്, റെട്രോഗ്രേഡ് അംനേഷ്യ ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ മനസ്സിലാക്കുക. ആൻറ്റിറോഗ്രേഡ് അംനേഷ്യ ആകുമ്പോൾ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, ഓർമ്മയുണ്ടാകില്ല. ന്യൂ മെമ്മറിയിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്, പുതിയ ഓർമ്മകൾ അയാൾക്കുണ്ടാവില്ല. അംനേഷ്യ ഓഫ് ഈവൻറ്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ദ എപ്പിസോഡ് വിച്ച് പ്രസിപ്പിറ്റേറ്റഡ് ദ ഡിസോർഡർ. ഡിസോർഡർ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള സംഭവത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല. അതാണ് ആൻറ്റിറോഗ്രേഡ് അംനേഷ്യ. അപ്പോൾ പുതിയ കാര്യങ്ങൾ അയാളുടെ ഓർമ്മയിൽ നിൽക്കില്ല. എന്നാൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ റിട്രോഗ്രേഡ് അംനേഷ്യ ആകുമ്പോൾ അംനേഷ്യ ഓഫ് ഈവൻറ്റ്സ് ഒക്കറിംഗ് പ്രിയർ ടു ദ എപ്പിസോഡ് വിച്ച് പ്രസിപ്പിറ്റേറ്റ് ദ ഡിസോർഡർ. ഈ ഡിസോർഡർ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള സംഭവത്തിന് മുന്നേയുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല, എന്നാൽ പുതിയ കാര്യങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ പാസ്റ്റ് മെമ്മറി ഉണ്ടാവില്ല. പാസ്റ്റ് മെമ്മറി, അംനേഷ്യ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ മറന്നുപോകും അല്ലേ? ഇവിടെ പാസ്റ്റ് മെമ്മറീസ് മറന്നുപോകും, പുതിയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പ്രശ്നം ഉണ്ടാവില്ല. സോ ആൻറ്റിറോഗ്രേഡ് അംനേഷ്യയിൽ പുതിയ മെമ്മറീസ് അയാൾക്ക് ഉണ്ടാവില്ല കേട്ടോ. പുതിയ മെമ്മറീസിലാണ് പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ. പ്രശ്നം ഉണ്ടാകുന്നത് പുതിയ മെമ്മറീസിലാണ്. പ്രോബ്ലംസ് ഇൻ ന്യൂ മെമ്മറി, പുതിയ ഓർമ്മകൾ പ്രശ്നം ഉണ്ടാക്കുന്നു. പാസ്റ്റ് മെമ്മറി പ്രശ്നം ഉണ്ടാക്കുന്നത് റെട്രോഗ്രേഡ് അംനേഷ്യാണ് കേട്ടോ. പ്രോബ്ലം ഇവിടെ വരുന്നത് പുതിയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിലല്ല, പഴയ ഓർമ്മകൾ അയാൾക്ക് കിട്ടുന്നില്ല എങ്കിൽ റെട്രോഗ്രേഡ് അംനേഷ്യ. ഓക്കെ അല്ലേ? അപ്പോൾ മറവിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് അംനേഷ്യ. അതിലെ പ്രധാനപ്പെട്ട 2 ഡിവിഷനാണ് ആൻറ്റിറോഗ്രേഡും റെട്രോഗ്രേഡും. പുതിയ കാര്യങ്ങൾ ഓർമ്മയില്ല എങ്കിൽ, ഓർക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ആൻറ്റിറോഗ്രേഡ് ആണ്. എന്നാൽ പഴയ കാര്യം ഓർത്തെടുക്കാനാണ് പ്രശ്നമെങ്കിൽ അത് റെട്രോഗ്രേഡ് അംനേഷ്യ ആണ്. ഓക്കെ അല്ലേ? ദെൻ മറ്റൊന്നാണ് ആൻഹിഡോണിയ. അത് വളരെ രസകരം, നമുക്ക് പറയാൻ രസകരമാണ്, പക്ഷെ അത് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് രസകരമല്ല. ആൻഹിഡോണിയ എന്ന് പറയുമ്പോൾ ഇൻഅബിലിറ്റി ടു എക്സ്പീരിയൻസ് പ്ലഷർ ഇൻ എനി ആക്ടിവിറ്റി. എന്ത് ചെയ്തിട്ടും അയാൾക്ക് അതിൽ നിന്നും ആനന്ദം കിട്ടുന്നില്ല. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പ്ലഷറാണ് മെയിൻ. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു പ്ലഷർ കിട്ടുന്നുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലഷർ കിട്ടുന്നുണ്ടോ? മറ്റുള്ളവരായിട്ട് ഈവൻ
വെറുതെ സംസാരിച്ചിരിക്കുമ്പോഴും നമുക്കൊരു പ്ലഷർ കിട്ടുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്താലും പ്ലഷർ കിട്ടാത്ത അവസ്ഥയാണ് ആൻഹൈഡോണിയ എന്ന് പറയുന്നത്. ഇൻഅബിലിറ്റി ടു എക്സ്പീരിയൻസ് പ്ലഷർ ഇൻ എനി ആക്ടിവിറ്റി. ഇവിടെ ഇയാളെ കണ്ടില്ലേ, ഇയാൾ ചിന്തിക്കുകയാണ് എന്ത് ചെയ്തിട്ടും എനിക്കൊരു പ്ലഷർ ഇല്ലല്ലോ. അയാളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് പ്രൈവറ്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നു, പക്ഷെ അയാൾക്ക് പ്ലഷർ കിട്ടുന്നില്ല. ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, പ്ലഷർ കിട്ടുന്നില്ല. ദെൻ അയാളൊരു ലവ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പ്ലഷർ കിട്ടുന്നില്ല. ഭക്ഷണം കഴിക്കുന്നു, പ്ലഷർ കിട്ടുന്നില്ല. അപ്പോൾ അയാൾക്കുള്ളത് ആൻഹെഡോണിയ എന്ന് പറയുന്ന അവസ്ഥയാണ്. നാം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും പ്ലഷർ കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ആൻഹെഡോണിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അപ്പതി, അടുത്തൊരു ടേമാണ് അപ്പതി. എംപതി എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാക്ക് ഓഫ് ഇമോഷണൽ ഫീലിംഗ്. നമുക്ക് ആരോടും ഒരു സെൻറ്റിമെൻറ്റ്സും തോന്നാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ ആപ്പതി എന്ന് പറയുന്നത്. ഇതിവിടെ കൊടുത്തിട്ടുണ്ടോ? കണ്ടോ? ആപ്പതി, അയാൾക്ക് നിർവികാരമാണ്, ഒന്നും തോന്നുന്നില്ല. ഒരു കാര്യവും അയാൾക്ക്, ഒരു ഇമോഷനും അയാൾക്ക് തോന്നുന്നില്ല. അതിനെയാണ് അപ്പതി എന്ന് പറയുന്നത്. ഇമോഷണൽ ഫീലിംഗ് തോന്നാത്ത അവസ്ഥയാണ് അപ്പതി എന്ന് പറയുന്നത്. ദെൻ അപ്രാക്സിയ. സോ അപ്രാക്സിയ എന്ന് പറഞ്ഞാൽ ഇനബിലിറ്റി ടു ക്യാരി ഔട്ട് നോർമൽ ആക്ടിവിറ്റീസ് ഡിസ്പൈറ്റ് ഇൻടാക്ട് മോഡ് ഓഫ് ഫങ്ഷൻ. ചലനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരുന്ന ഒരു വൈകല്യമാണ് അപ്രാക്സിയ. സോ നമ്മൾ വൈകല്യം എന്ന് പ്രയോഗിക്കാൻ പാടില്ലെന്നാണ്. അയാളുടെ ഒരു പ്രശ്നം, ഇന്നബിലിറ്റി, ഒരു കഴിവില്ലായ്മ, കൃത്യമായിട്ട് ചലനങ്ങൾ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്രാക്സിയ. അവിടുത്തെ PR ഉണ്ടല്ലോ, PR, അത് പെർഫോമൻസ് എന്ന രീതിയിൽ ലിങ്ക് ചെയ്ത് വെക്കുക. പെർഫോമൻസിൽ വരുന്ന പ്രശ്നമാണ് അപ്രാക്സിയ. അപ്പം അത് പലതരത്തിലുണ്ടാവും. അപ്രാക്സിയ ഓഫ് സ്പീച്ച് ഉണ്ട്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം അപ്രാക്സിയ ഓഫ് സ്പീച്ച്. അവിടെ കുട്ടി പറയുന്നുണ്ടോ, മൈ മൗത്ത്, ടങ് ആൻഡ് മസിൽസ് പ്രിവെന്റ് മീ ഫ്രം പ്രൊഡ്യൂസിങ് ദ സൗണ്ട് ക്ലിയർലി. ചില ആളുകൾക്ക് സംസാരിക്കുമ്പോൾ പ്രശ്നം വരുന്നത് അവൻ്റെ സംസാര കഴിവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. പേശികൾ, സംസാരത്തിനെ സഹായിക്കുന്ന പലതരത്തിലുള്ള മസിൽസ്, മൗത്ത്, ടങ്, ഇവയിലെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് സംസാരത്തിൽ പ്രശ്നം വരും. അവയെ നമ്മൾ പറയുന്നത് അപ്രാക്സിയ ഓഫ് സ്പീച്ച്. സംസാരത്തെ സഹായിക്കുന്ന തരത്തിലുള്ള മൂവ്മെന്റ്സ് കൃത്യമായിട്ട് നടക്കാതെ വരുന്ന അവസ്ഥ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ സ്ട്രെസ്. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, ഭയങ്കര സ്ട്രെസ്സാണ് എന്ന് സ്ഥിരം കേൾക്കുന്ന സാധനമാണ്. എന്താണ് ഈ സ്ട്രെസ്? ഫിസിക്കൽ ഓർ ഇമോഷണൽ ടെൻഷൻസ് കോസ്ഡ് ബൈ എ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഓർ കെമിക്കൽ ഫാക്ടർ. സ്ട്രെസ് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. മറ്റുള്ള ഒരാൾ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല. നമ്മൾ ബയോളജിക്കലി തളരുന്ന സമയത്ത്, ശാരീരികമായിട്ട് തളരുന്ന സമയത്ത് സ്ട്രെസ് ഉണ്ടാകുന്നു. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ, മനഃശാസ്ത്രമോ ശാരീരികമോ ജൈവികമോ സാമൂഹികമോ രാസപരമോ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ കാരണമായിട്ടും സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ സ്ട്രെസ്സിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ബയോളജിക്കലോ സൈക്കോളജിക്കലോ സോഷ്യലോ കെമിക്കലോ ആയിട്ടുള്ള എന്ത് കാരണമുണ്ടാകും. അത് കാരണമായിട്ട് നമുക്ക് ശാരീരികവും വൈകാരികവുമായി ഉണ്ടാകുന്ന ടെൻഷനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫിസിക്കൽ ഓർ ഇമോഷണൽ ടെൻഷനാണ്. ഫിസിക്കൽ ഓർ ഇമോഷണൽ ടെൻഷനാണ്. അതിൻ്റെ കാരണം എന്തുമാകാം. ഇവിടെ ഒരു ആള് ജോലി സമയത്ത് ആളാകെ സ്ട്രെസ്ഡ് ആണ്. അപ്പം അതിന് വർക്ക് പ്രഷർ കാരണമായിട്ട് സ്ട്രെസ് ഉണ്ടാവുകയാണ് അല്ലേ? അപ്പം അയാൾ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടോ? ഈ സ്ട്രെസ് നമ്മളെല്ലാവരും നേരിടുന്ന, കോൺഫ്രണ്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഓട്ടിസ്റ്റിക് തിങ്കിങ് ആണ്. ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്താണ്? ഓട്ടിസ്റ്റിക് തിങ്കിങ് പ്രീ ഓക്കുപ്പേഷൻസ് ടോട്ടലി റിമൂവിങ് എ പേഴ്സൺ ഫ്രം റിയാലിറ്റി. റിയാലിറ്റിയിൽ നിന്നും നമ്മളെ ടോട്ടലി മാറ്റുന്ന ചില ചിന്തകളെയാണ് ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടിസ്റ്റിക് തിങ്കിങ്ങിൻ്റെ പ്രശ്നം, നമ്മുടെ ചിന്ത റിയലിസ്റ്റിക് ആയിരിക്കില്ല. ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും റിയൽ ലൈഫുമായിട്ട്, റിയാലിറ്റിയായിട്ട് ബന്ധം വേണം. അപ്പോൾ റിയാലിറ്റിയുമായിട്ട് ബന്ധം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചിന്തയാണ് നമ്മൾ ഓട്ടിസ്റ്റിക് തിങ്കിങ്. അപ്പോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത, ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്ത, സ്കിസോഫ്രീനിയ പോലുള്ള അവസ്ഥ, ഇവയെല്ലാം ഓട്ടിസ്റ്റിക് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഒരു വ്യക്തിയെ റിയാലിറ്റിയിൽ നിന്നും റിമൂവ് ചെയ്യുന്ന തരത്തിലുള്ള ചിന്തകളെയാണ് ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ കാറ്റലെപ്സി, അടുത്തൊരു ടേമാണ് കാറ്റലെപ്സി. എന്താണ് കാറ്റലെപ്സി? ഇറ്റ് ഈസ് എ ജനറൽ ടേം ഫോർ ആൻ ഇമ്മൊബൈൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി മെയിൻറ്റെയിൻഡ്. ഒരു നിശ്ചിത അവസ്ഥയിൽ നമ്മൾ നിശ്ചലമായി പോകുന്നതിനെയാണ് കാറ്റലെപ്സി എന്ന് പറയുന്നത്. കേട്ടോ? ഒരു നിശ്ചിത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റക്കായി പോകുന്നു.
ചില ആളുകളുണ്ട്, നിങ്ങൾ പഴയ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരാൾ താക്കോലെടുക്കാൻ വേണ്ടി മുകളിലേക്ക് കൈ പൊക്കിയതാണ്, പിന്നീട് അയാൾ അനങ്ങുന്നില്ല, അങ്ങനെ തന്നെ സ്റ്റക്കായി പോകുന്നു. സോ ഇറ്റ് ഈസ് എ ജനറൽ ടേം ഫ്രോം ആൻ ഇമ്മൊബൈൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി മെയിൻഡ്. ഒരു നിശ്ചിത അവസ്ഥയിൽ അയാൾ സ്റ്റക്കായി പോകുന്ന അവസ്ഥയാണ് കാറ്റലെപ്സി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയ ഉണ്ടാകുന്ന ആളുകളിൽ സ്ഥിരം കാണുന്ന ഒരു സംഗതിയാണ്, അയാൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിൽ ഇങ്ങനെ സ്റ്റക്കായി പോകും. ഇവിടെ നിങ്ങൾ പിക്ചറിൽ കാണുമ്പോൾ കുറേ ആളുകൾ ഒരു നിശ്ചിത പോസ്റ്ററിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അത് കാറ്റലെപ്സിയുടെ പല തരത്തിലുള്ള പോസ്റ്റേഴ്സാണ്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ കാറ്റലെപ്സിക്ക് പല തരത്തിലുള്ള സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. സോ ഇതിനെ നമ്മൾ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, വാക്സി ഫ്ലെക്സിബിലിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇറ്റ് ആൾസോ നോൺ ആസ് വാക്സി ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ കാറ്റലെപ്സി എന്ന് പറയുന്നത് ഒരു നിശ്ചിത അവസ്ഥയിൽ ഒരാൾ സ്റ്റക്കായി പോകുന്നതിനാണ് കാറ്റലെപ്സി എന്ന് പറയുന്നത്. അതിന് വാക്സി ഫ്ലെക്സിബിലിറ്റി എന്നും പറയാറുണ്ട്. ഓക്കെ അല്ലേ. ദെൻ എക്കോലാലിയ, അതും ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. എക്കോലാലിയ ഈസ് എ സൈക്കോപാത്തോളജിക്കൽ റെപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഓഫ് വൺ പേഴ്സൺ ബൈ അനദർ ടെൻഡ്സ് ടു ബി റെപ്പിറ്റേറ്റീവ് ഓർ പെർസിസ്റ്റന്റ്. അപ്പോൾ ഒരാൾ ഒരു നിശ്ചിത വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് എക്കോലാലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ റിപ്പീറ്റഡ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവണതയെ നമ്മൾ എക്കോലാലിയ എന്ന് പറയുന്നു. സോ അതർവൈസ് കോൾഡ് മിമിക്. ഇതിനെ മിമിക് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പം ഇതൊരു പക്ഷേ അയാൾ ഒരു വേർഡ് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തി ഒരു വാക്ക് പറയുമ്പോൾ അത് ഇയാൾ റിപ്പീറ്റ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ആകാം. ഇത് ഓട്ടിസവും അഫസിയ, സ്കിസോഫ്രീനിയ പോലുള്ള പ്രശ്നങ്ങളുള്ള ഇനബിലിറ്റി ഉള്ള ആളുകളിലാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു കുട്ടി ഇവിടെ ഇരിക്കുകയാണ്. ആ കുട്ടിയോട് ആരോ പറയാണ് ബി കെയർഫുൾ, ഇറ്റ് സ്റ്റിങ്സ്, ശ്രദ്ധിക്കുക, അത് പ്രശ്നമുള്ള കാര്യമാണെന്ന് പറയാണ്. പിന്നീട് ആ കുട്ടി കേട്ട കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, ഒരു തവണ കേട്ട സംഗതി ഈ കുട്ടി 5ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താൻ കേട്ട കാര്യം അല്ലെങ്കിൽ താൻ സംസാരിച്ച ഒരു കാര്യത്തെ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള ടെൻഡൻസിയെയാണ് ഇക്കോലാലിയ എന്ന് പറയുന്നത്. ഇതും ഒരു സൈക്കോപാത്തോളജിക്കൽ റെപ്പിറ്റേഷൻ ആണ്. അയാളിൽ ഒരു മാനസിക പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു റെപ്പിറ്റേഷൻ ഉണ്ടാവുക. സ്കിസോഫ്രീനിയ, ഓട്ടിസം ഉള്ള ആളുകളിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ ആയോ? ദെൻ അടുത്തത് ഡെല്യൂഷൻ ആണ്. ഡെല്യൂഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് പല ഡിസോർഡേഴ്സിൻ്റെയും അടയാളമായിട്ട് വരുന്നൊരു സാധനമാണ് ഡെല്യൂഷൻ. എ ഡെല്യൂഷൻ ഈസ് എ ഫാൾസ് ബിലീഫ് ദാറ്റ് പെർസിസ്റ്റ്സ് ഈവൻ വെൻ ദർ ഈസ് എവിഡൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇതൊരു തെറ്റായിട്ടുള്ള വിശ്വാസമാണ്. അപ്പോൾ ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള വിശ്വാസമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു തെറ്റായിട്ടുള്ള വിശ്വാസം ഉണ്ടാവും, പക്ഷെ ആ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ബിലീഫും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ തെറ്റായിട്ടുള്ള ഒരു ബിലീഫ്, ഫാൾസ് ബിലീഫിനെയാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസും ഉണ്ടാവില്ല. സോ ഡെല്യൂഷൻസ് ആർ എ സിംറ്റം ഓഫ് ഡെല്യൂഷണൽ ഡിസോർഡർ, എ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ. അപ്പോൾ ഡെല്യൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ തന്നെയുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഡെല്യൂഷൻ. അപ്പോൾ ഇതൊരു ഫാൾസ് ബിലീഫാണ്. ഇത് പല തരത്തിലുണ്ട്. അതിൻ്റെ ടൈപ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഒരാൾ ചിന്തിക്കുകയാണ്, ഇമാജിനിങ് ദ ഇമ്പോസിബിൾ സിറ്റുവേഷൻ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ഒരാൾ വിശ്വസിക്കുന്നതാണ് ബിസെയർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു നമ്മൾ അന്യഗ്രഹ ജീവികളുടെ വാഹനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ ഒരു സംഗതി. ഇത് വന്നിട്ട് അബ്ഡക്റ്റ് ചെയ്യാണ്, നമ്മൾ ഏലിയൻ അബ്ഡക്ഷൻ എന്നൊക്കെ പറയാണ്. അന്യഗ്രഹ ജീവികൾ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നുണ്ട് എന്ന വിശ്വാസം, അതിനെയാണ് നമ്മൾ ബിസെയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബിസെയർ അയാളിൽ ഉണ്ടാക്കുന്നത് ബിസെയറാണ്. ഈ ഒരു ഡെല്യൂഷൻ കാരണമായിട്ട് അയാൾക്ക് അമ്പരപ്പുണ്ടാകും, ബിസെയർ ഉണ്ടാകും. ഇമാജിനിങ് ഇമ്പോസിബിൾ സിറ്റുവേഷൻ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് അയാളിൽ ബിസെയർ ഉണ്ടാക്കുന്നത്. ഇനി ചില ആളുകൾക്ക് നോൺ ബിസെയർ, അമ്പരപ്പല്ല, എന്നാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഇമോഷണൽ ഫീലിങ്സ് അയാളിൽ ഉണ്ടാകും. ഇവിടെ ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് അയാൾ ഊഹിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ച് വെക്കുന്നത് എങ്കിൽ ഇവിടെ ഇമാജിനിങ് പോസിബിൾ സിറ്റുവേഷൻ, നടക്കാൻ സാധ്യതയുള്ള വസ്തുവിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സാഹചര്യത്തെക്കുറിച്ചാണ് അയാൾ വിശ്വസിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു ലേഡി അയാളുടെ ലവറും മറ്റൊരു ലേഡിയായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. അപ്പം അത് പോസിബിലിറ്റി, നടക്കാൻ സാധ്യതയുള്ള കാര്യത്തെ ഇമാജിൻ ചെയ്യുകയാണ്. അത് ടൈപ്സ് ഓഫ് ഡെല്യൂഷനിൽ വരുന്നതാണ്.
അപ്പോൾ അത് നോൺ ബിസെയർ ആണ്. ബിസെയർ എന്ന് പറഞ്ഞാൽ വിചിത്രം, സ്ട്രെയിഞ്ച് ആയിട്ടുള്ള. അപ്പോൾ ഇത് നോൺ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഡെലൂഷനാണ്. അപ്പോൾ ഇത് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഡെലൂഷനാണ്. ഇമാജിനേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇമാജിനേറ്റ് ചെയ്യുന്നത് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, ബിസെയർ ആകുമ്പോൾ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഡെലൂഷനാണ്. ദെൻ നോൺ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഡെലൂഷൻ ഉണ്ട്. അതുണ്ടാകുന്നത് എപ്പോഴാണ്? പോസിബിലി നടക്കാൻ സാധ്യതയുള്ള, നടക്കാൻ പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത 2 ടൈപ്പ് ഡെലൂഷൻസ് ആണ് മൂഡ് കോൺക്രൻറ്റും മൂഡ് ഇൻകോൺക്രൻറ്റും. മൂഡ് കോൺക്രൻറ്റിൽ ഒക്കേഴ്സ് വെൻ എ മാനിയാക് ഓർ ഡിപ്രസീവ് സ്റ്റേറ്റ്. ഒരാളിൽ മാനിയാക് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ആഹ്ലാദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഡിപ്രസീവ്, ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് നമ്മളതിനെ മൂഡ് കോൺക്രൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ വലിയൊരു സെലിബ്രിറ്റി ആണെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അയാളിലുണ്ടാകുന്നത് മൂഡ് കോൺക്രൻറ്റ് ആണ്. അഥവാ അയാളുടെ മൂഡ് കോൺക്രൻറ്റ് ആകുന്നു. കോൺക്രൻറ്റ് ചേർന്ന് പോകുന്നു എന്നുള്ള അർത്ഥമാണ് കോൺക്രൻറ്റിന് വരുന്നത്. ഇനി മൂഡ് ഇൻകോൺക്രൻറ്റ് ഉണ്ട്. ഇവിടെ ഹാപ്പൻസ് വിത്തൗട്ട് എ പർട്ടിക്കുലർ മൂഡ്സ് ഇൻഫ്ലുവൻസ്. അവിടെ നിശ്ചിതമായിട്ടുള്ള ഒരു മൂഡോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അയാൾ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കുകയാണ്, ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അവിടെ അയാളുടെ മാനസികാവസ്ഥ ഒരു നിശ്ചിത കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. ഒരു കാര്യത്തെക്കുറിച്ച് അയാൾ വിശ്വസിക്കുന്നു, ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്ന് അയാൾ വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ പല ടൈപ്സ് ഓഫ് ഡെലൂഷൻസ് ഉണ്ട്. അപ്പം ഡെലൂഷൻസ് നമ്മൾ പല ടൈപ്പിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 4 മാത്രം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒന്നെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്ത, അപ്പോൾ ഒന്നെങ്കിൽ നടക്കാൻ തീരെ സാധ്യതയില്ലാത്ത ഏലിയൻ അബ്ഡക്ഷൻ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നതുണ്ട്. ദെൻ നടക്കാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം. ഇതെല്ലാം തെറ്റായിട്ടുള്ള വിശ്വാസമാണ് കേട്ടോ. ദെൻ ഒരാളുടെ മാനിയാക് അല്ലെങ്കിൽ ഡിപ്രസീവ് സ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഹാപ്പൻസ് വിത്തൗട്ട് എ പെർട്ടിക്കുലർ മൂഡ്സ് ഇൻഫ്ലുവൻസ്. അവിടെ മൂഡിന് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത, അപ്പോൾ മൂഡ് ആയിട്ട് ബന്ധമില്ല. ഇവിടെ മൂഡ് കോൺക്രൻറ്റ് ആണ്, മൂഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡെലൂഷനാണ്. ഒന്നെങ്കിൽ അത് ഡിപ്രസീവ് ആകാം, മാനിയക് ആയിരിക്കാം, അല്ലെങ്കിൽ മൂഡുമായിട്ട് അവിടെ എന്തില്ല, അയാളുടെ മാനസിക അവസ്ഥയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത ഡെലൂഷൻസ് ഉണ്ടാകും. അത് ലോകാവസാനം വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ അയാൾ വിശ്വസിക്കുന്നത് പോലെ. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഹാലൂസിനേഷൻ ആണ്. അപ്പോൾ ഹാലൂസിനേഷനും ഇല്യൂഷനും ഡെലൂഷനും തിരിഞ്ഞു പോകരുത്. ഡെലൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഫാൾസ് ബിലീഫാണ്, തെറ്റായിട്ടുള്ള വിശ്വാസമാണ്. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ ഫാൾസ് സെൻസറി പെർസെപ്ഷൻ ആണ്. ഒരു കാര്യത്തെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നതിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലി. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മുന്നിൽ വരുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലിയുമായിട്ട് ബന്ധമില്ലാത്ത ഫാൾസ് സെൻസറി പെർസെപ്ഷനെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അഥവാ ഇല്ലാത്തൊരു കാര്യത്തെ കാണുന്നതിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പല കാര്യങ്ങളും പറയാൻ കഴിയും. ഇവിടെ നമുക്ക് ഒരെണ്ണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. എബ്രഹാം മൗസ്ലറിൽ ജയറാമിന് ഹാലൂസിനേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? പല സാഹചര്യങ്ങളിലും ഇല്ലാത്ത വസ്തുക്കൾ, ഒരു മൂങ്ങ ഷെൽഫിലിരിക്കുന്നതായിട്ടും പല്ലി ഓടിപ്പോകുന്നതായിട്ടും തൻ്റെ മകൾ ഓടി വരുന്നതായിട്ടൊക്കെ അയാൾ ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലി ഇല്ല, യഥാർത്ഥത്തിൽ അങ്ങനത്തെ സംഭവം ഇല്ല. ഇല്ലാത്ത വസ്തുവിനെ കാണുക, അല്ലെങ്കിൽ ഇല്ലാത്ത വസ്തുവിനെ കേൾക്കുക, ഇല്ലാത്ത വസ്തുവിൻ്റെ ശബ്ദം കേൾക്കുക, സ്മെല്ല് ഫീൽ ചെയ്യുക, ഇതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നതിനാണ് ഹാലൂസിനേഷൻ കേട്ടോ. അപ്പോൾ ഫാൾസ് ബിലീഫ്, തെറ്റായിട്ടുള്ള വിശ്വാസം ഡെലൂഷനാണ്. തെറ്റായിട്ട് ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് അയാൾക്ക് തോന്നുന്നതിനാണ് ഹാലൂസിനേഷൻ. ഫാൾസ് സെൻസറി പെർസെപ്ഷനാണ്. ഇല്ലാത്ത, അല്ലെങ്കിൽ ഇല്ലാത്ത ശബ്ദം, കേൾക്കാത്ത ശബ്ദം കേട്ടു എന്ന് തോന്നുക, ഇല്ലാത്ത ഒരാളെ ഉണ്ട് എന്ന് തോന്നുക, ഇല്ലാത്തൊരു കാര്യം ഉള്ളതായിട്ട് അയാൾക്ക് തോന്നുക, അതാണ് ഹാലൂസിനേഷൻ. ഇവിടെ സെൻസറി പെർസെപ്ഷനായിട്ട് ബന്ധപ്പെട്ട ഫാൾസ് ആയിട്ടുള്ള ധാരണയാണ്. ദെൻ ഇല്യൂഷൻ ആകുമ്പോൾ ആൻ ഇല്യൂഷൻ ഈസ് എ മിസ്പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി. ഒരു റിയാലിറ്റിയെ തെറ്റായിട്ട് മനസ്സിലാക്കുക. ഫാൾസ് സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്നതല്ല നമ്മൾ പറയേണ്ടത്. എന്ത് പറയുന്നു? ഇല്ലാത്ത വസ്തുക്കളെ ഉണ്ട് എന്ന് ധരിക്കുന്നതിനാണ് ഹാലൂസിനേഷൻ. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ അയാൾ കാണുന്നു, പക്ഷെ അതിൻ്റെ റിയാലിറ്റി ആയിട്ടല്ല അയാൾ മനസ്സിലാക്കുന്നത്, അതിന് മറ്റെന്തോ ഒന്നായിട്ടാണ് മനസ്സിലാക്കുന്നത്. പാമ്പ് കയറ് കാണുമ്പോൾ പാമ്പായിട്ട് തോന്നുക അല്ലേ? റിയാലിറ്റി അത് സ്നേക്കല്ല, അതൊരു റോപ്പാണെന്നാണ്, പക്ഷെ അയാൾ അത് മനസ്സിലാക്കുന്നത് പാമ്പായിട്ടാണ്. അപ്പോൾ അത് മിസ്പെർസെപ്ഷനാണ്. ഇത് മിസ്പെർസെപ്ഷനാണ്, തെറ്റിദ്ധരിക്കുന്നതിനാണ് ഇല്യൂഷൻ. മറ്റത് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. സോ ആൻ ഒബ്ജക്റ്റ് ഓർ ഇമേജ് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി. യഥാർത്ഥത്തിൽ ഒരു വസ്തു എങ്ങനെയാണോ അതല്ലാത്ത രീതിയിൽ മനസ്സിലാക്കിയെടുക്കുന്നതിനാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ,
ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യൂ, എന്താ തോന്നുന്നത്? ഇതിൻ്റെ യഥാർത്ഥ വശം എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രീ ആണ് അല്ലേ? ഇതൊരു ട്രീ ആണ്. ഇവിടെ ഒരു ലീഫ് വന്നിട്ടുണ്ട്, ട്രീയുടെ ലീഫ് വന്നിട്ടുണ്ട്. ഇവിടെ 3 ബേർഡ്സ് വന്നിട്ടുണ്ട് അല്ലേ? 1 2 3 3 ബേർഡ്സ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിയൽ സ്റ്റിമുലി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കിതൊരു ഫേസ് ആയിട്ട് തോന്നും അല്ലേ? ഇതൊരു ലേഡിയുടെ ഫേസ് ആണ്, കണ്ടില്ലേ? ഇതൊരു ലേഡിയുടെ ഫേസ് ആണ്. ഇത് ഐബ്രോ ആണ്, ഇത് ഐ ആണ്, ഇത് നോസ് ആണ്, ഇത് മൗത്ത് ആണെന്ന് ഒരു ഇല്യൂഷനാണ്. അങ്ങനെ തോന്നുന്നത് ഇല്യൂഷനാണ്, മനസ്സിലായോ? അത് മിസ്പെർസെപ്ഷനാണ്. ശരിക്കും അതല്ല. ശരിക്കും ആ ഒരു ട്രീയും കുറച്ച് ബേർഡ്സ് 2-3 ബേർഡ്സിൻ്റെയും പിക്ചറാണ്, മനസ്സിലായോ? ഇതാണ് ഇല്യൂഷൻ എക്സാമ്പിൾ. നമുക്ക് റോപ്പ് കാണുമ്പോൾ സ്നേക്ക് ആയിട്ടൊക്കെ തോന്നുന്നത് ഇല്യൂഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? ഇതിനടുത്തത് മൂഡ് അഥവാ നമ്മുടെ മാനസിക അവസ്ഥ. നമ്മുടെ മൂഡ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൂഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും ഉണ്ടാകും. സോ മൂഡ് എന്ന് പറയുമ്പോൾ എ പെർവസീവ് ആൻഡ് സസ്റ്റൈൻഡ് ഇമോഷൻ ദാറ്റ് കളേഴ്സ് എ പേഴ്സൺസ് പെർസെപ്ഷൻ ഓഫ് ദ വേൾഡ്. ഈ ലോകത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുന്ന വികാരത്തെയാണ് മൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് സന്തോഷമായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മുടെ മൂഡ് ഹാപ്പി ആയിരിക്കും. ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നു എങ്കിൽ നമ്മുടെ മൂഡ് അതനുസരിച്ച് നെഗറ്റീവ് ആയിരിക്കും, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന പെർവേഴ്സീവ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള അഥവാ കുറച്ച് സമയമെങ്കിലും നിലനിൽക്കുന്ന സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഇമോഷൻസിനെയാണ് മൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ കണ്ടില്ലേ, അയാൾക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാകുന്നു, അത് കാരണമായിട്ട് അയാളിൽ സാഡ്നെസ് എന്ന് പറയുന്ന മൂഡ് ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? സോ ഡിസ്ക്രൈബ്ഡ് ആസ് സബ്ജക്റ്റീവ് എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് ഒബ്റ്റെയിൻഡ് ത്രൂ പേഷ്യൻസ് സെൽഫ് റിപ്പോർട്ട്. അപ്പോൾ അവിടെ ഒരു രോഗി അയാളുടെ ഒരു മാനസികാവസ്ഥയിൽ എന്താണ് തോന്നുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കിയെടുക്കുന്നു. ഒരു നിശ്ചിതാവസ്ഥയിൽ സാഹചര്യം അയാളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ ഒരാളിൽ കുറച്ച് സമയമെങ്കിലും ലോങ് ലീവ്ഡ് ഇമോഷൻസിനെയാണ് നമ്മൾ മൂഡ് എന്ന് പറയുന്നത്. കുറച്ച് സമയത്തെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഡിപ്രഷൻ, ആൻഷ്യസ്, ആങ്കർ, ആൻസൈറ്റി ഇതൊക്കെ പല തരത്തിലുള്ള മൂഡ്സ് ആണ്. അപ്പോൾ മൂഡ്സ് കുറച്ച് സമയമെങ്കിലും ഒരാളിൽ നിലനിൽക്കും എന്നർത്ഥം അല്ല. നമ്മൾ തമാശ കേൾക്കുമ്പോൾ ചിരിക്കുന്നു, ചിരി പെട്ടെന്ന് മായുന്നു, അതൊരു മൂഡല്ല. മറിച്ച് നമുക്ക് ഒരു വിജയം ഉണ്ടാകുമ്പോൾ അത് കാരണമായിട്ടുണ്ടാകുന്ന ഹാപ്പിനെസ് കുറച്ച് സമയമെങ്കിലും നീണ്ടു നിൽക്കുന്നു, അത് മൂഡാണ്. അപ്പോൾ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ലോങ് ലീവ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനെയാണ് നമ്മൾ മൂഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ സൈക്കോസിസ്, ന്യൂറോസിസ് 2 പ്രധാനപ്പെട്ട പ്രയോഗങ്ങളാണ്. സൈക്കോസിസും ന്യൂറോസിസും മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ സൈക്കോസിസ് ഈസ് എ സീവിയർ പേഴ്സണാലിറ്റി ഡിസോർഡർ. നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ, വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇമ്പേഴ്സ് എ പേഴ്സൺസ് എബിലിറ്റി ടു ഫങ്ഷൻ. ഒരു വ്യക്തി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അവനെ തടയുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ അയാളെ തടസ്സപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്കാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോസിസ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. പി ആണ്, എല്ലാം പി എൻ ആണ് അല്ലേ? പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതൊരു വ്യക്തിയുടെ എബിലിറ്റിയെയാണ്, പ്രവർത്തനം ചെയ്യാനുള്ള എബിലിറ്റിയെയാണ് അത് തടയുന്നത്. എന്നാൽ ന്യൂറോസിസ് എന്ന് പറയുമ്പോൾ മൈൽഡ് മെന്റൽ ഡിസോർഡർ, അതൊരു മാനസിക പ്രശ്നമാണ്. മൈൽഡ് ആണ് അല്ലേ? സീവിയർ അല്ല, മൈൽഡ് ആയിട്ടുള്ളൊരു മെന്റൽ ഡിസോർഡർ ആണ്. ദാറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ സ്ട്രെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി. അപ്പോൾ സ്ട്രെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി കാരണമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള മൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, സീവിയർ അല്ല, മാരകമായിട്ടുള്ളതല്ല, മൈൽഡ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ ആണ്. അപ്പോൾ സൈക്കോസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, ന്യൂറോസിസ് മൈൽഡ് മെന്റൽ ഡിസോർഡർ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇതിനടുത്ത ദേജാവു എഫക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ദേജാവു എഫക്റ്റ്? It is the phenomenon of having the strong sensation that an event or experience currently being experienced has already been experienced in the past. ഒരു കാര്യം നടക്കുന്ന സമയത്ത് ഇതിനു മുന്നേ ഇതേപോലെ നടന്നിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ വരുന്നതിനാണ് ദേജാവു എന്ന് പറയുന്നത്. ദേജാവു എന്ന വേർഡിന് അർത്ഥം തന്നെ സീൻ ബിഫോർ, ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ കണ്ടോ, 2 പേര് സൈക്കിളിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ലേഡി ചിന്തിക്കുകയാണ്, ഇതിനു മുമ്പ് ഇങ്ങനെ ഈ സ്ഥലത്തൂടെ ഞാൻ പോയിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുകയാണ്. അപ്പോൾ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സ്ഥലം കാണുന്ന സമയത്ത്, ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇത് മുന്നേ നടന്നിട്ടുണ്ടല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നതിനാണ് ദേജാവു എന്ന് പറയുന്നത്. ദേജാവു നമുക്ക് പലപ്പോഴും ഉണ്ടാകും അല്ലേ?
ഒരുപക്ഷെ നമ്മൾ ആ സ്ഥലത്ത് മുന്നേ പോയിട്ടുണ്ടാവില്ല, പക്ഷെ മുന്നേ പോയിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. അതിന് ദേജാവു എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദെൻ അടുത്തത് ഡീപേഴ്സണലൈസേഷനും ഡീറിയലൈസേഷനും. അപ്പോൾ സൈക്കോളജിക്കൽ സൈക്കാട്രിക് ടേംസ് ആണ്, മനസ്സിലാക്കുക. പേഴ്സണലൈസേഷനും ഡീറിയലൈസേഷനും രണ്ടും വ്യത്യാസം മനസ്സിലാക്കുക. ഡീപേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എ സബ്ജക്റ്റീവ് സെൻസ് ഓഫ് ബീയിങ് അൺറിയൽ, സ്ട്രേഞ്ച് ഓർ അൺഫെമിലിയർ ടു വൺ സെൽഫ്. ഒരാൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? ഒരു സ്ട്രേഞ്ച് അല്ലെങ്കിൽ അൺറിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ പേഴ്സൺ എക്സ്പീരിയൻസ് ഡിറ്റാച്ച്മെന്റ് ഫ്രം ഹിസ് ഓൺ സെൽഫ്. അപ്പോൾ തനിക്ക് തന്നെ അന്യമാണ്, തനിക്ക് തന്നെ അപരിചിതനാണ് എന്ന ഒരു തോന്നല്. അഥവാ ഇപ്പോൾ നമ്മുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പറയാം, നാം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ചേർന്ന് നിൽക്കേണ്ട, നമ്മുടെ സെൽഫും നമ്മുടെ ബോധവും ഏറ്റവും അധികം ചേർന്ന് നിൽക്കേണ്ട ഒരു സംഗതിയാണ്. നേരെ മറിച്ച് ഞാൻ എന്നെ തന്നെ ശത്രുവായിട്ട് കാണുന്ന അവസ്ഥയാണ് ഡീപേഴ്സണലൈസേഷൻ. എനിക്ക് എന്നെ തന്നെ അന്യമായിട്ട് തോന്നുന്നു. അതിനാണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ല, ഒരു പെൺകുട്ടി എന്ന് ചിന്തിക്കുകയാണ്, ഫീലിംഗ് ലൈക്ക് മൈ ബോഡി ഈസ് റോങ്, അല്ലെ ഞാൻ ശരിയല്ല, അല്ലെ എൻ്റെ മെമ്മറീസ് ഒന്നും ശരിയല്ല, എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എനിക്ക് ഞാനായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള തോന്നലാണ് ഡീപേഴ്സണലൈസേഷൻ. അപ്പോൾ എനിക്ക് എന്നെ തന്നെ അന്യമായിട്ട് തോന്നുക, ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ കൺട്രോളിലല്ല, ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കൺട്രോളിലല്ല എന്ന തോന്നലാണ് ഡീപേഴ്സണലൈസേഷൻ. അപ്പോൾ എൻ്റെ മനസ്സും ശരീരവും രണ്ടായി പോകുന്നു എന്ന തോന്നലാണ് ഡീപേഴ്സണലൈസേഷൻ. അപ്പോൾ അവിടെ ഒരു വ്യക്തി എക്സ്പീരിയൻസ് ഡിറ്റാച്ച്മെന്റ് ഫ്രം ഹിസ് ഓൺ സെൽഫ്, താനും തൻ്റെ സെൽഫും രണ്ടായിട്ട് പോകുന്നു എന്ന് അയാൾ ചിന്തിക്കുന്നതിനാണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഡീറിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എ സബ്ജക്റ്റീവ് സെൻസ് ദാറ്റ് ദ എൻവയോൺമെന്റ് ഈസ് സ്ട്രേഞ്ച് ഓർ അൺറിയൽ, തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും റിയൽ അല്ല എന്ന ഒരു തോന്നൽ. എ ഫീലിംഗ് ഓഫ് ചേഞ്ച് റിയാലിറ്റി. അപ്പം തൻ്റെ എക്സ്പീരിയൻസ്, തനിക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒന്നും റിയൽ അല്ല എന്ന തോന്നലാണ് ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ പേഴ്സൺസ് എക്സ്പീരിയൻസ് ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ എൻറ്റയർ വേൾഡ് അറൌണ്ട് ഹിം. അപ്പോൾ ഇവിടെ അയാൾക്ക് ഫീൽ ചെയ്യുന്നത് തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും താനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റിയുമായിട്ട് ഒരു റിലേഷൻ തോന്നില്ല. അതാണ് ഡീറിയലൈസേഷൻ. അപ്പോൾ ഡീപേഴ്സണലൈസേഷനിൽ നമുക്ക് നമ്മുടെ സെൽഫ് തന്നെ അന്യമായിട്ട് തോന്നുന്നു. നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മൂവ്മെൻറ്റ്സ് ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല എന്ന തോന്നലാണ് ഡീപേഴ്സണലൈസേഷൻ. ഡീറിയലൈസേഷനിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് ഒന്നും റിയൽ അല്ലാത്തൊരു തോന്നൽ, ഒന്നും എൻ്റെ കൺട്രോളിലല്ല, ഞാൻ ഏതോ ഒരു ലോകത്താണ്, എൻ്റെ ചുറ്റും എന്തൊക്കെയോ നടക്കുകയാണ്, ചുറ്റും ഫുള്ളും മായാജാലമാണ് എന്നൊക്കെ ഒരു തോന്നലാണ് ഡീറിയലൈസേഷൻ. അപ്പോൾ നമ്മുടെ സെൽഫുമായിട്ടുണ്ടാകുന്ന ഡിറ്റാച്ച്മെന്റിനെയാണ് ഡീപേഴ്സണലൈസേഷൻ. നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സെൽഫും രണ്ടാണ്, അത് രണ്ടും ബന്ധമില്ല എന്ന ഒരു തോന്നൽ ഡീപേഴ്സണലൈസേഷനും. എന്നാൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എക്സ്പീരിയൻസും തമ്മിൽ കണക്ഷൻ ഇല്ലാതെ, അഥവാ ഞാൻ ജീവിക്കുന്ന ലോകവും എൻ്റെ എക്സ്പീരിയൻസുമായിട്ട് കണക്ഷൻ ഇല്ല, ദ പേഴ്സൺസ് എക്സ്പീരിയൻസ് ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ എൻറ്റയർ വേൾഡ്, അവന് ജീവിക്കുന്ന ചുറ്റുപാടും അവൻ്റെ എക്സ്പീരിയൻസും പൊരുത്തപ്പെട്ടു പോകാത്ത അവസ്ഥയാണ് ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരാളുടെ സെൽഫും അയാളുടെ എക്സ്പീരിയൻസും തമ്മിലുള്ള ഡിറ്റാച്ച്മെന്റിനെ ഡീപേഴ്സണലൈസേഷനും, ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള ഡിറ്റാച്ച്മെന്റിനെ ഡീറിയലൈസേഷനും എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് ഹൈപ്പോകോൺട്രിയാസിസ്. ഇത് ഒരു മെന്റൽ ഇൽനെസ് ആണ്, characterized by an excessive irrational concern of one's health and conviction in the presence of disease for which there is no objective evidence. ഇത് തനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് എന്ന ഒരു ചിന്തയാണ് ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഒരാൾ എനിക്ക് ഫ്ലൂ, ക്യാൻസർ, ഇതെല്ലാം ഓരോ അസുഖങ്ങളാണ്, അപ്പോൾ എനിക്ക് എന്തൊക്കെയോ കുറേ അസുഖങ്ങളുണ്ട് എന്ന ചിന്ത. പക്ഷേ അവിടെ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ അസുഖമുണ്ട് എന്ന തെളിവില്ലാതെ, എവിഡൻസ് ഇല്ലാതെ തന്നെ തനിക്ക് എന്തൊക്കെയോ അസുഖമുണ്ട് എന്ന അമിതമായിട്ടുള്ള ചിന്തയെയാണ് ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുമ്പോൾ എ മെന്റൽ ഇൽനസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ എക്സസീവ് ഇറാഷണൽ കൺസേൺ ഫോർ വൺസ് ഹെൽത്ത്. തന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഇറാഷണൽ, യുക്തിസഹമല്ലാത്ത ഒരാളുടെ കൺസേണിനെയാണ് ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുന്നത്.
സോ ഇയാൾക്ക് ഒരുപാട് അസുഖങ്ങളുള്ളതായിട്ട് അയാൾക്ക് തോന്നുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അയാൾക്ക് അസുഖം ഉണ്ടാവുകയില്ല. ദെൻ സൊമാറ്റൈസേഷൻ, ഇതും അസുഖമുണ്ട് എന്നുള്ളൊരു ബോധമാണ്. എ പ്രസൻസ് ഓഫ് ഫിസിക്കൽ കംപ്ലൈൻറ്റ്സ് ഓവർ എ പീരീഡ് ഓഫ് ലോങ്ങർ ദാൻ 6 months, 6 മാസത്തേക്കാൾ കൂടുതൽ ഒരാൾ തനിക്ക് അസുഖമുണ്ട് എന്നിങ്ങനെ ധരിച്ചിരിക്കുകയാണ്. എന്നാൽ ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ എ പർട്ടിക്കുലർ ഡിസീസ്. പക്ഷെ അത് എന്ത് അസുഖമാണെന്ന് പറയാൻ കഴിയില്ല. എനിക്ക് എന്തൊക്കെയോ അസുഖമുണ്ട് എന്നൊരു തോന്നൽ, ഈ ഒരു തോന്നൽ 6 മാസത്തിൽ കൂടുതലുണ്ട് എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് സൊമാറ്റൈസേഷൻ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ തനിക്ക് അസുഖമുണ്ടോ ഇല്ലേ എന്നുള്ള ഒരാളുടെ സംശയം 6 മാസത്തിൽ കൂടുതൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? സൊമാറ്റൈസേഷൻ എന്ന് പറയുന്നു. അപ്പോൾ തനിക്ക് എന്തൊക്കെയോ അസുഖമുള്ളതായിട്ടുള്ള ഒരാളുടെ തോന്നലിനെ അയാളുടെ ആ ഒരു മാനസിക പ്രശ്നത്തെ നമ്മൾ ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുന്നു. ദെൻ ഈ ഒരു കംപ്ലൈൻറ്റ്, തനിക്ക് എന്തൊക്കെയോ ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ട് എന്ന ഈ ഒരു കംപ്ലൈൻറ്റ് കേട്ടോ, തനിക്ക് ശാരീരികമായിട്ടുള്ള എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ട് എന്ന പരാതി 6 മാസത്തേക്കാൾ മുന്നോട്ട് പോയാൽ അതിനെ സൊമാറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ സൊമാറ്റൈസേഷൻ എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒന്നാമത് പറഞ്ഞ സ്ഥലത്ത് എന്തൊക്കെയോ അസുഖങ്ങളുള്ളതായിട്ടാണ് പറയുക. ഇവിടെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന ചിന്തയാണ് രണ്ടാമത് പറഞ്ഞത്. ഇവിടെ ഒരു കുട്ടി ചിന്തിക്കുന്നുണ്ടല്ലേ, ഫിയറിങ് ദാറ്റ് സിംറ്റംസ് ആർ സീരിയസ്. തനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, പക്ഷെ ബോഡി ചെക്ക് ചെയ്തിട്ട് അവിടെ പ്രശ്നമൊന്നും കാണില്ല. പക്ഷെ അവൻ്റെ വിചാരം എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ട് എന്തൊക്കെയോ അസുഖങ്ങൾ തൻ്റെ ഉള്ളിലുണ്ട് എന്ന സീവിയർ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. കണ്ടില്ലേ, ഇവിടെ ഒരാൾ നിരന്തരം കൈ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ OCDയുടെ ഭാഗമായിട്ടാണ്. ഇറ്റ് ഈസ് എ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് കോസസ് അൺവാണ്ടഡ് ആൻഡ് റെപ്പിറ്റേറ്റീവ് തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ്. ആവശ്യമില്ലാത്ത ചിന്തകളും ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനാണ് OCD. എത്ര കൈ കഴുകിയാലും മതിയാകാതെ വരിക, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, ചെയ്യുന്ന പ്രവൃത്തി റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അൺവാണ്ടഡ് ആണ് കേട്ടോ. നമ്മുടെ കൈ വൃത്തിയായില്ലെങ്കിൽ വൃത്തിയാകുന്നത് വരെ അത് കഴുകുന്നത് പ്രശ്നമല്ല, പക്ഷേ കൈ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്നാൽ വീണ്ടും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് OCDയുടെ ഭാഗമാണ്. സോ ദീസ് തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ആൻഡ് ഡിസ്ട്രസിങ് ആൻഡ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ദെയർ ലൈഫ്. അപ്പോൾ ഈ ചിന്തകൾ കാരണമായിട്ട് നമ്മുടെ സമയം ഒരുപാട് നഷ്ടമാകുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. കാരണം ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ഇയാൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും അല്ലേ? നമ്മളൊരു വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അയാൾക്ക് ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ദെൻ അടുത്തത് ഡിമെൻഷ്യയാണ്. ദെൻ എന്താണ് ഡിമെൻഷ്യ? ഇറ്റ് ഈസ് എ ക്രോണിക് ഓർ പെർസിസ്റ്റന്റ് ഡിസോർഡർ ഓഫ് ദ മെന്റൽ പ്രോസസ് കോസ്ഡ് ബൈ ബ്രെയിൻ ഡിസീസ്. നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന അസുഖം കാരണമായിട്ട് വരുന്ന ചില ഡിസോർഡേഴ്സിനെയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. സോ നമ്മുടെ ബ്രെയിനിൽ ഇൻജുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലോ ഓർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ വരുമ്പോൾ അത് കാരണമായിട്ട് പേഴ്സണാലിറ്റി ചേഞ്ചസും അതേപോലെ നമ്മുടെ ഓർമ്മക്കുറവ്, യുക്തിചിന്തയിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ഡിമെൻഷ്യ ഒരു അംബ്രല്ല ടേം ആയിട്ടാണ് കണക്കാക്കുന്നത്. അൽഷിമേഴ്സ്, വാസ്കുലർ, ലെവി ബോഡി, ഫ്രണ്ടോ ടെമ്പറൽ അടക്കമുള്ള നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ചില അസുഖം കാരണമായിട്ട് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ പറയുന്നത് ഡിമെൻഷ്യയാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മയിലും നമ്മുടെ ചിന്തയിലും വരുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ പറയുന്നതാണ് ഡിമെൻഷ്യ കേട്ടോ. സോ ഇറ്റ് ഈസ് അംബ്രല്ല ടേം ഫോർ ലോസ് ഓഫ് മെമ്മറി ആൻഡ് അതർ തിങ്കിങ് എബിലിറ്റീസ്. നമ്മുടെ ഓർമ്മയും പലതരത്തിലുള്ള ചിന്താ കഴിവുകളും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഇത് കാരണമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരും എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തത് ഡെലീരിയമാണ് കേട്ടോ. ഡെലീരിയം, ഇറ്റ് ഈസ് എ സീരിയസ് മെന്റൽ സ്റ്റേറ്റ് ദാറ്റ് ഇൻവോൾവ്സ് കൺഫ്യൂഷൻ, ഡിസ്ഓറിയന്റേഷൻ ആൻഡ് ഇൻഎബിലിറ്റി ടു തിങ്ക് ക്ലിയർലി. അപ്പോൾ ഡിമെൻഷ്യ നമ്മുടെ ബ്രെയിൻ ഇൻജുറി കാരണമായിട്ട്, തലച്ചോറിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാത്തത് കാരണമായിട്ടുണ്ടാകുന്ന ഓർമ്മയിലെയും ചിന്തയിലെയും തകരാറാണ് ഡിമെൻഷ്യ. ഇനി ഡെലിറിയത്തിലേക്ക് വരുന്ന സമയത്ത് ഇതും നമ്മുടെ മാനസിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നമുക്ക് നിരന്തരം കൺഫ്യൂഷൻ ഉണ്ടാവുക, ഡിസ്ഓറിയന്റേഷൻ, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ക്രമപ്പെടുത്തി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരിക, ആൻഡ് ഇൻഎബിലിറ്റി ടു തിങ്ക് ക്ലിയർലി, നമ്മുടെ ചിന്തകൾ കൃത്യമായിട്ട് നടക്കാതെ വരുന്നതിനാണ് ഡെലീരിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു മെന്റൽ സ്റ്റേറ്റ് തന്നെയാണ്. നമുക്ക് മാനസികമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, കൃത്യമായിട്ടും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഡെലീരിയം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഡെവലപ്പ് ക്വിക്ലി വിത്തിൻ അവേഴ്സ് ഓർ ഡേയ്സ്. ചിലപ്പോൾ ഡെലീരിയം നമുക്ക് പെട്ടെന്ന് മാറാം,
ഇത് പെട്ടെന്നുണ്ടാകാം, ചിലപ്പോൾ മാറാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കാനും സാധ്യതയുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്തയിലുണ്ടാകുന്ന, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിലുണ്ടാകുന്ന ചില പ്രശ്നമാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷനും കൃത്യമായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഡെലീരിയം എന്ന് പറയുന്നത്. അപ്പോൾ ഡെലീരിയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രത്യാഘാതങ്ങൾ ചെറിയൊരു കോഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിഞ്ച് മീ, പെയിൻ, വേദന ഉണ്ടാകുന്നു, ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, കോൺസ്റ്റിപ്പേഷനും യൂറിനറി റിട്ടൻഷനും ഉണ്ടാകുന്നു, ഹൈഡ്രേഷൻ ഉണ്ടാകുന്നു, മെഡിക്കേഷൻ ആൻഡ് സബ്സ്റ്റൻസസ്, എൻവയോൺമെൻറ്റൽ ട്രിഗേഴ്സ്. ഇതിനെ നമ്മൾ പിഞ്ച് മീ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം കേട്ടോ, അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ മെൻ്റൽ പ്രോസസ്സ് കൃത്യമായിട്ടും വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ് നമ്മൾ ഡെലീരിയം എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ദെൻ അടുത്ത അഫെസിയ ആണ്. അഫെസിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അക്യൂർഡ് ലാംഗ്വേജ് ഡിസോർഡർ കോസ്ഡ് ബൈ ബ്രെയിൻ ഡാമേജ് റിസൾട്ടിംഗ് ഇൻ partial or complete impairment of language comprehension and formulation and the use of communication. ഇതൊരു ലാംഗ്വേജ് ഡിസോർഡറാണ്. അഫെസിയ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ഡിസോർഡറാണ്. നമ്മുടെ ബ്രെയിനിലെ ഡാമേജ് കാരണമായിട്ട്, പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന തകരാറ് കാരണം നമ്മുടെ സംസാരത്തിൽ വരുന്ന വൈകല്യത്തെയാണ്, പ്രശ്നത്തെയാണ് അഫെസിയ. അപ്പോൾ അതൊരു ലാംഗ്വേജ് ഡിസോർഡറാണ്. ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പ്രശ്നം ഉണ്ടാകും, വാക്കുകൾ കൃത്യമായിട്ടും ഓർമ്മ വരില്ല, ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ സംസാരം തന്നെ നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു ഡിസോർഡറാണ്, ലാംഗ്വേജ് ഡിസോർഡറാണ് അഫെസിയ. അപ്രാക്സിയ വേറെയാണ്, അഫെസിയ വേറെയാണ്. അപ്രാക്സിയ പെർഫോമൻസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ എക്കോപ്രാക്സിയ അത് ഒരാളുടെ പെരുമാറ്റത്തിൽ വരുന്ന റിപ്പീറ്റേഷനാണ്. ഇത് ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. കുട്ടികൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്, അതൊരു പത്തോളജിക്കലായിട്ട് ചെയ്യുന്ന സാധനം അല്ല. നമ്മൾ മുതിർന്ന ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് എക്കോ പ്രാക്സിയ എന്ന് പറയാം കേട്ടോ. പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ ഈഗോസെൻട്രിക്. ഈഗോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നാം നമ്മുടെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയാണ് ഈഗോസെൻട്രിക്. സെൽഫ് സെൻറ്റേർഡ് ആണ്. പ്രീ ഓക്കുപ്പൈഡ് വിത്ത് വൺസ് ഓൺ നീഡ്സ് ആൻഡ് ലാക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ്. നാം നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്നു, മറ്റൊരാളുടെ താല്പര്യവും നാം ചിന്തിക്കാതെ വരുന്ന അവസ്ഥയാണ് ഈഗോ സെൻട്രിക് കേട്ടോ. സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന അവസ്ഥയാണ് ഈഗോ സെൻട്രിക് എന്ന് പറയുന്നത്. ദെൻ ഫ്ലാറ്റ് എഫക്റ്റ്. ഫ്ലാറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നിർവികാരമായിരിക്കുന്ന അവസ്ഥ, നമുക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. ആബ്സെൻസ് ഓർ നിയർ ആബ്സെൻസ് ഓഫ് എനി സൈൻ ഓഫ് അഫക്റ്റീവ് എക്സ്പ്രഷൻ, ഒരു ഇമോഷൻസും ഇല്ല, ഒരേ ടോൺ, വോയിസ് ഓഫ് മോണോട്ടോണസ്, ഒരേ ടോണിൽ തന്നെ നിൽക്കുന്ന അവസ്ഥ, നമ്മുടെ ഫേസിലൊന്നും ഒരു എക്സ്പ്രഷനും വരാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇയാളുടെ അവസ്ഥ ഫ്ലാറ്റ് എഫക്റ്റ് ആണ്, ഒരു വികാരവും ഇല്ലാത്ത അവസ്ഥ, നിർവികാരം എന്ന് നമുക്ക് പറയാം. ദെൻ ഫോളിയോ എഡക്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എ സൈക്കോട്ടിക് റിയാക്ഷൻ ഇൻ വിച്ച് ടു ക്ലോസ്ലി റിലേറ്റഡ് പേഴ്സൺസ് യൂഷ്വലി ഇൻ ദ സെയിം ഫാമിലി മ്യൂച്വലി ഷെയർ ദ സെയിം ഡെലൂഷൻസ്. അപ്പോൾ ഒരു ഫാമിലിയിലെ തന്നെ രണ്ടാളുകൾക്ക് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ടാളുകൾക്ക് ഒരേ തരത്തിലുള്ള ഡെലൂഷൻ ഉണ്ടാകുന്ന അവസ്ഥ, അല്ലെ ഫാൾസ് ബിലീഫ് ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്, ഫോളിയ എ ഡ്യുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജോക്കർ എന്ന ഫിലിമിൽ അത് കാണാൻ കഴിയും, അല്ലെ ഈ രണ്ട് ക്യാരക്ടേഴ്സും അവർ തമ്മിലുള്ള ക്ലോസ് റിലേഷൻ കാരണമായിട്ട് ഒരേ അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ അല്ലേ? അതിരൻ എന്ന മലയാളം മൂവിയിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് ഫഹദ് ഫാസിലും മറ്റേ ഒരു ലേഡി ക്യാരക്ടർക്കും ഉണ്ടാകുന്നത് സെയിം അവസ്ഥയാണ്. ദെൻ നാർസിസം. നാർസിസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള താല്പര്യം കൂടുന്നതിനാണ് നാർസിസം. ഒബ്സസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റ് ഇൻ വൺസ് ഓൺ സെൽഫ്, നമുക്ക് നമ്മോട് തന്നെ അമിതമായിട്ട് ആരാധനയും താല്പര്യവും കൂടുന്ന അവസ്ഥ. ഇവിടെ കണ്ടില്ല ആദ്യത്തെ ആ ലേഡി, അവളോട് തന്നെ ഭയങ്കരമായിട്ടുള്ള അഭിനിവേശമുണ്ട്, അപ്പോൾ തന്നെ ഒരു പ്രിൻസസിനെ പോലെയൊക്കെയാണ് കാണുന്നത്. ദെൻ അടുത്തൊരു ടേമാണ് ട്രാൻസ്ഫറൻസ്. ട്രാൻസ്പെറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പ്രോസസ് ഇൻ വിച്ച് ഫീലിംഗ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വിഷസ് ഒറിജിനലി ലിങ്ക്ഡ് വിത്ത് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ വൺസ് ഏർലി ലൈഫ് ആർ പ്രൊജക്റ്റഡ് ഓൺ ടു ദ തെറാപ്പിസ്റ്റ്. നമുക്കൊരു തെറാപ്പിസ്റ്റിലേക്ക് ആവശ്യം വരുന്നത് നമ്മുടെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ്. ഞാനൊരു സൈക്കോ തെറാപ്പിയുടെ കാര്യമാണ് പറയുന്നത്. മാനസികമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാതെ വരുമ്പോൾ നാം നിലവിൽ തെറാപ്പിസ്റ്റുകളെ ആശ്രയിക്കുന്നു. എന്നാൽ ഒരു കാലത്ത് തെറാപ്പിസ്റ്റുകളല്ല അതിനെ സഹായിച്ചിരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അഥവാ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അത് നമ്മുടെ അമ്മയാകാം, അച്ഛനാകാം, മറ്റാരെങ്കിലും ആകാം. സോ കുട്ടിക്കാലത്ത്
സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനോട് നമുക്കുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡും വിശ്വാസവും പിൽക്കാലത്ത് തെറാപ്പിസ്റ്റുകളിലേക്ക് അത് പോകുന്നു. ഇതിനെയാണ് ട്രാൻസ്ഫറൻസ്. അപ്പോൾ ഒരു കാലത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനോട് നമുക്കുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് പിൽക്കാലത്ത് തെറാപ്പിസ്റ്റുകളിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഒരു അമ്മയുടെ മകൾ, ഐ ജസ്റ്റ് ക്യാൻ ഡീൽ വിത്ത് ദിസ്. അമ്മ അവിടെ പറയാണ്, എനിക്കിത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കുട്ടി അമ്മയെ നോക്കുന്ന സമയത്ത് അമ്മയുടെ വീക്ക്നെസ് കുട്ടിക്ക് മനസ്സിലാകുന്നു. ദെൻ ഐ ബെറ്റ് മൈ തെറാപ്പിസ്റ്റ് തിങ്സ് ഐ ആം ടു മച്ച് ടു ഡീൽ വിത്ത്. അപ്പോൾ പിന്നീട് ഈ ലേഡി വലുതായതിനു ശേഷം തെറാപ്പിസ്റ്റിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അമ്മയോട് ആ കുട്ടിക്കുണ്ടായിരുന്ന അതേ മനോഭാവമാണ് തെറാപ്പിസ്റ്റിനെ കുറിച്ചും ചിന്തിക്കുന്നത്. എൻ്റെ തെറാപ്പിസ്റ്റിനും ഒരിക്കലും എന്നെ ഡീൽ ചെയ്യാൻ കഴിയില്ല, അല്ലെ? അമ്മ എൻ്റെ മകളെ കൊണ്ട് ഞാൻ തോറ്റു എന്ന വിശ്വാസമാണ് അമ്മയ്ക്കുണ്ടായിരുന്നത്. ടു ദിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, എൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു, എവനെ കൊണ്ട് ഒന്നിനും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഒരിക്കലും എവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നൊരു രീതിയിലാണ് അമ്മ കരുതിയിരുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും എൻ്റെ തെറാപ്പിസ്റ്റിന് ഒരിക്കലും എന്നെ ഡീൽ ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസത്തിലേക്ക് വരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് സിഗ്നിഫിക്കൻ്റ് അതേഴ്സുമായിട്ട് നമുക്കുണ്ടായിരുന്ന അതേ ആറ്റിറ്റ്യൂഡ് പിൽക്കാലത്ത് മുതിർന്നവരിലേക്ക്, പ്രത്യേകിച്ച് മുതിർന്നവരിലേക്കല്ല തെറാപ്പിസ്റ്റിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ദെൻ വെർബിജറേഷൻ. അടുത്തതാണ് വെർബിജറേഷൻ. എന്താണ് വെർബിജറേഷൻ? സെൻസ്ലെസ് റിപ്പീറ്റേഷൻ ഓഫ് സം വേർഡ്സ് ഓർ ഫ്രേസസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അർത്ഥമില്ലാത്ത ചില വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് വെർബിജറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എക്കോലാലിയ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പറയുന്ന പദങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇതങ്ങനെയല്ല. ഒട്ടും അർത്ഥമില്ലാത്ത എന്തൊക്കെയോ നമ്മൾ പുലമ്പുക എന്നൊക്കെ പറയും, അല്ലേ? പുലമ്പുക എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുക. അതിനാണ് വെർട്ടിബ്രേഷൻ എന്ന് പറയുന്നത്. വെർട്ടിബ്രേഷൻ അല്ല, വെർബിറേഷൻ എന്ന് പറയുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കാട്രിയിലെ ആദ്യത്തെ ക്ലാസ്സാണിത്. ഇവിടെ സൈക്കാട്രിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേഴ്സണാലിറ്റീസിനെ കുറിച്ചും പ്രധാനപ്പെട്ട കുറച്ച് ടേംസുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് അവ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ചോദ്യം, ഹു ഐഡന്റിഫൈഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മൈൻഡ് ആൻഡ് ബോഡി? മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത്? ആരാണ്? പ്ലാറ്റോ അല്ലേ? ഓപ്ഷൻ ബി പ്ലാറ്റോ ആണ് കേട്ടോ, പഠിച്ചു വെക്കുക, പ്ലാറ്റോ ആണ്. അടുത്ത ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സൈക്യാട്രി? സൈക്യാട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. സൈക്യാട്രി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മോഡേൺ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സൈക്യാട്രിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ആസ്ക്ലേപീഡിയസ് ആണ്, അല്ലേ? ആസ്ക്ലേപീഡിയസ് ആണ്. ദെൻ അടുത്ത ചോദ്യം, ഹു കോയിൻ ദ ടേം സൈക്യാട്രി? സൈക്യാട്രി എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ജൊഹാൻ ക്രിസ്ത്യൻ റെയിൽ ആണ്. ജൊഹാൻ ക്രിസ്ത്യൻ റെയിൽ. ദെൻ അടുത്ത ചോദ്യം, which philosopher developed the concept that the brain is the seat of intellectual activity? എല്ലാ ദൈക്ഷണിക പ്രവർത്തികളുടെയും ബുദ്ധിപരമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഇരിപ്പിടം നമ്മുടെ തലച്ചോറാണ് എന്ന് പറഞ്ഞത് ആരാ? പൈതഗോറസ് ആണ്. ഓപ്ഷൻ സി പൈതഗോറസ് ആണ്, അല്ലേ? പൈതഗോറസ് ആണ്. ദെൻ അടുത്ത ചോദ്യം, ഹു ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സൈക്കാട്രി? ഇത് നമുക്ക് എളുപ്പമാണ്. ഓപ്ഷനിൽ ഇന്ത്യൻ ടച്ചുള്ള പേര് ഒന്ന് മാത്രമേ ഉള്ളൂ, ഡോക്ടർ വിദ്യാസാഗർ. ദെൻ കുറച്ച് പ്രസ്താവനയിലേക്ക് വരാം. ഫിലിപ്പി പിനൈൽ ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി. ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്, അല്ലെ? അദ്ദേഹമാണ്. ദെൻ അസോഷൻ കൂടി, റീസണിങ് കൂടി ഉണ്ട്. ഹി അഡ്വക്കേറ്റ് ഫോർ ഹ്യൂമൻ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ് ആൻഡ് റിമൂവ് ചെയിൻസ് ഫ്രം ദം ഇൻ മെന്റൽ അസൈലംസ്. പണ്ടൊക്കെ മാനസിക പ്രശ്നമുള്ള ആളുകളെ എന്തോ ഭീകര ജീവികളായിട്ടൊക്കെയാണ് കണക്കാക്കിയിരുന്നത്. ചങ്ങലയിലേക്ക് ഇട്ടായിരുന്നു അവരെ ചികിത്സിച്ചിരുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയൊന്നും ശരിയല്ല എന്ന് മുന്നോട്ട് കൊണ്ടുവന്ന, അവരെ കൃത്യമായിട്ടും ചികിത്സിക്കണം, അവരെ ചങ്ങലക്കിടുകയല്ല വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്ന ആളാണ് ഫിലിപ്പെ പിനൽ. രണ്ട് പ്രസ്താവനകളും കറക്റ്റാണ്, അസേർഷനും റീസണിങ്ങും കറക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ആധുനിക സൈക്കാട്രിയുടെ പിതാവ് എന്ന് പറയുന്നത്. ദെൻ ഡിമെൻഷ്യ ഈസ് എ ക്രോണിക് കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് മെമ്മറി, റീസണിങ്, പേഴ്സണാലിറ്റി. കറക്റ്റ് അല്ലേ? നമ്മുടെ ഓർമ്മ, റീസണിങ്, പേഴ്സണാലിറ്റി ഇവയെല്ലാം ബാധിക്കുന്ന ഒരു ക്രോണിക് കണ്ടീഷൻ. ക്രോണിക് എന്ന് പറഞ്ഞാൽ തുടരെ ഉണ്ടാകുന്ന അവസ്ഥയാണ് കേട്ടോ. അതിനാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്.
Then dementia is caused by brain injury, neurodegenerative diseases or aging related changes in the brain. നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന പരിക്ക്, അതേപോലെ ന്യൂറോൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾ, പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റം, ഇതെല്ലാം ഡിമെൻഷ്യയ്ക്ക് കാരണമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. സോ അസോസിയേഷനും റീസണിങ്ങും കറക്റ്റ് ആണ്. റീസണിങ് എന്ന് പറയുന്നത് അസോസിയേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടിയാണ്. ദെൻ അടുത്ത ചോദ്യം, ഹു ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി? നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ഫിലിപ്പെ പിനേലാണ് ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി. ദെൻ അടുത്ത ചോദ്യം, ഹു ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കാട്രി? അമേരിക്കൻ സൈക്കാട്രിയുടെ പിതാവ് എന്ന് പറയുമ്പോൾ ബെഞ്ചമിൻ റഷ് ആണ്, അല്ലെ? ബെഞ്ചമിൻ റഷ്. Then who developed psychoanalytic theory? Psychoanalytic theory സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. ഒരിക്കലും മറക്കരുത് കേട്ടോ, ഒരിക്കലും മറക്കരുത്. Psychoanalytic theory സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. Who was the first psychiatric nurse and graduate? ആദ്യമായി സൈക്കാട്രിക് നഴ്സിംഗിൽ ബിരുദം നേടുകയും ആദ്യത്തെ സൈക്കാട്രിക് നേഴ്സ് ആവുകയും ചെയ്തിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ലിൻഡ റിച്ചാർഡ്സ് കേട്ടോ, ലിൻഡ റിച്ചാർഡ്സ് ആണ്. ദെൻ അടുത്ത കുറച്ച് പ്രസ്താവനകളാണ്. Find out the statements that are true about delusion. ഡെലൂഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ഡെലൂഷൻ എന്താണെന്ന് പറഞ്ഞല്ലോ, തെറ്റായിട്ടുള്ള വിശ്വാസം, ഫാൾസ് ബിലീഫ് ആണ് ഡെലൂഷൻ. അത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഡെലൂഷൻ എന്ന് കേട്ടാൽ തെറ്റായിട്ടുള്ള വിശ്വാസമാണ്, തെറ്റായിട്ടുള്ള വിശ്വാസമാണ്. സോ ഡെലൂഷൻ ഈസ് എ ഫാൾസ് ബിലീഫ് ദാറ്റ് പെർസിസ്റ്റ് ഡിസ്പൈറ്റ് കോൺട്രഡിക്ടറി എവിഡൻസ്. കൃത്യമായിട്ടുള്ള തെളിവില്ലെങ്കിൽ കൂടിയും തെറ്റായിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? അതെ, ശരിയാണ്. ദെൻ രണ്ടാമത്തത്, നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് ശരിയാണ്, ഒന്ന് ശരിയാണ്. അപ്പോൾ ഒന്നില്ലാത്ത പ്രസ്താവന വെട്ടാം, ബി നമുക്ക് വെട്ടാം. രണ്ടാമത്തത്, ഇറ്റ് ഈസ് കോമൺലി സീൻ ഇൻ സ്കിസോഫ്രീനിയ, ഡെലീഷണൽ ഡിസോർഡേഴ്സ് ആൻഡ് ബൈപോളാർ ഡിസോർഡർ. സ്കിസോഫ്രീനിയ, ഡെലീഷണൽ ഡിസോർഡർ, ബൈപോളാർ ഡിസോർഡർ തുടങ്ങിയ രോഗമുള്ള, മാനസിക രോഗമുള്ള ആളുകളിൽ ഇവ കാണപ്പെടുന്നു. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ രണ്ടും ശരിയാണ്. അപ്പൊ രണ്ടില്ലാത്തത് നമുക്ക് വെട്ടാം. ഇനി എയും സിയും മാത്രമേ ഉള്ളൂ. ഡെലൂഷൻസ് ആർ ഓൾവേസ് അക്കമ്പനീഡ് ബൈ ഹാലൂസിനേഷൻസ്. ഡെലൂഷൻ എന്ന് പറയുന്നത് ഹാലൂസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അങ്ങനെ അല്ല, ഹാലൂസിനേഷൻ ഇല്ലാതെയും ഡെലൂഷൻ വരാം. കാരണം ഇത് ഫാൾസ് ബിലീഫ് ആണ്, അല്ലെ? ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളെ കാണുന്നതിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹാലൂസിനേഷനും ഡെലൂഷനും ഒരുമിച്ചുണ്ടാകാം, അല്ലാതെ ഉണ്ടാകാം, ഇൻഡിപെൻഡന്റ് ആയിട്ടും ഉണ്ടാകാം. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ മൂന്നുള്ളത് നമുക്ക് വെട്ടാം. ഉത്തരമായി കഴിഞ്ഞു. സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള പ്രസ്താവന. Persecutory and gratuitous delusions are the most common types. ഡെലൂഷൻസിലെ രണ്ട് പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് പെർസിക്യൂട്ടറിയും ഗ്രാറ്റുവസ് ഡെലൂഷൻസും. സോ ഈ രണ്ട് പേരുകൾ ചിലപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. പെർസിക്യൂട്ടറി എന്ന് പറഞ്ഞാൽ ആരോ തന്നെ പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, തന്നെ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു ഡെല്യൂഷനാണ് പെർസിക്യൂട്ടറി, അല്ലെ? എനിക്കെതിരെ ആരോ കരുക്കൾ നിൽക്കുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കൂല. ദെൻ ഗ്രാൻഡിയസ് എന്ന് പറഞ്ഞാൽ തനിക്ക് എന്തോ ഒരു ഗ്രേറ്റ് പവർ ഉണ്ട്, തനിക്ക് എന്തോ ദൈവിക ശക്തിയുണ്ട്, അല്ലെങ്കിൽ വലിയ എന്തോ പവർ ഉണ്ട് എന്ന വിശ്വാസമാണ്. അപ്പോൾ പെർസിക്യൂട്ടറി എന്ന് പറഞ്ഞാൽ തന്നെ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന ചിന്താഗതിയാണ്. ഗ്രാൻഡിയസ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഫാൾസ് ബിലീഫാണ്, തനിക്ക് എന്തോ ശക്തി, താൻ സൂപ്പർ ഹീറോ ആണ് എന്നൊക്കെ ചിന്തിക്കുന്ന ടൈപ്പ് ഒരു ഡെല്യൂഷനാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത പ്രസ്താവന, ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ഡിമെൻഷ്യ. ഡിമെൻഷ്യയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന. ഡിമെൻഷ്യ ഈസ് എ ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് ഡിസോർഡർ അഫക്റ്റിംഗ് മെമ്മറി, റീസണിങ് ആൻഡ് ബിഹേവിയർ. ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ, അത് ക്രോണിക് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. ഓർമ്മയും സ്വഭാവവും അതേപോലെ യുക്തിചിന്തയും ഇത് കാരണമായിട്ട് ബാധിക്കപ്പെടും എന്ന് പറയുമ്പോൾ ശരിയാണ്. നമുക്ക് തെറ്റാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് ശരിയാണ്. അപ്പോൾ ഒന്നുള്ള പ്രസ്താവന ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടാം, ബിയും സിയും വെട്ടാം. Then it is reversible condition that can be treated with medication. മെഡിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നമുക്കിത് പരിഹരിക്കാൻ കഴിയും. അതെ, മെഡിക്കേഷനൊക്കെ ഉപയോഗിച്ച് നമുക്കിതിനെ ഒരളവോളം പരിഹരിക്കാൻ കഴിയും എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് ഡിമെൻഷ്യ ഉണ്ടായി കഴിഞ്ഞാലോ ഇത് നമ്മുടെ ബ്രെയിനിലെ ഡാമേജ് കാരണമായിട്ടുണ്ടാകുന്നതാണ്. ആ ഒരു ഇൻജറി, പരിക്കൊക്കെ കാരണമായിട്ട് ഉണ്ടാകുകയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പരിഹരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ രണ്ട് തെറ്റാണ് കേട്ടോ, രണ്ട് തെറ്റാണ്.
ദെൻ അൽഷിമേഴ്സ് ഡിസീസ് ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിമെൻഷ്യ. ഡിമെൻഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം അൽഷിമേഴ്സ് ആണ്. അത് ശരിയാണ് കേട്ടോ. ഡിമെൻഷ്യയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അൽഷിമേഴ്സ് ആണ് എന്ന് പറയുന്നത് ശരിയാണ്. ദെൻ ഡിമെൻഷ്യ ഈസ് ഓൺലി കോസ്ഡ് ബൈ ഏജിങ്. പ്രായം കൂടുന്നത് കൊണ്ട് മാത്രമാണോ സംഭവിക്കുന്നതല്ല. ഡസ് നോട്ട് ഹാവ് അതർ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. പ്രായ കൂടുതൽ, തലയ്ക്കുള്ള ഏൽക്കുന്ന ക്ഷതം, ന്യൂറോളജിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നമ്മുടെ ന്യൂറോൺസിന് സംബന്ധിക്കുന്ന നെർവസ് സിസ്റ്റത്തിന് സംഭവിക്കുന്ന ക്ഷതങ്ങൾ, ഇതെല്ലാം ഡിമെൻഷ്യ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. അപ്പം 4 തെറ്റാണ്. അപ്പം 2ഉം 4ഉം മാത്രമാണ് തെറ്റ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം OCD ആയിട്ട് ബന്ധപ്പെട്ടാണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അപ്പോൾ നമ്മുടെ ചിന്തയിൽ ഒരു നിശ്ചിത കാര്യം മാത്രം റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കാനുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഇതിനാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് അല്ലേ? സോ നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. OCD is a disorder characterized by unwanted repetitive thoughts and compulsive behavior എന്ന് പറയുമ്പോൾ ശരിയാണ് അല്ലേ? ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത റിപ്പീറ്റ് ആയിട്ട് വരിക, വേണ്ടാത്ത രീതിയിലുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക, സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിനാണ് OCD എന്ന് പറയുന്നത്. അപ്പോൾ 1 ശരിയാണ്. അപ്പോൾ 1 ഇല്ലാത്തത് വിട്ടാം. രണ്ടാമത്തത് ദ കമ്പൾഷൻ OCD ആർ വോളണ്ടറി ആക്ഷൻസ് ദാറ്റ് പേഷ്യൻസ് എൻജോയ് പെർഫോമിംഗ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഇത് നമ്മുടെ ഇഷ്ടപ്രകാരം ഉണ്ടാവുകയല്ല, നമ്മളിൽ നിന്ന് ഇങ്ങനെ വന്നു പോവുകയാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത് കാരണമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റി പോലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലെത്തുന്നു. അപ്പോൾ 2 തെറ്റാണ്. അപ്പോൾ 2 ഉള്ളത് വെട്ടാം. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരം. OCD symptoms can interfere with daily life and cause significant distress. ഇത് നമ്മുടെ നിത്യജീവിതത്തിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു, നമ്മൾ ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നു, സ്ട്രെസ് ഉണ്ടാക്കുന്നു. ദെൻ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും മെഡിക്കേഷനുമാണ് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ 2 മാർഗങ്ങൾ. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും മെഡിക്കേഷൻ, SSRI പോലുള്ള മെഡിക്കേഷനിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ എ ആണ് ശരിക്കുള്ള പ്രസ്താവന. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രസൻസ് ഓഫ് ആൻസൈറ്റി വിത്ത് സിവിയർ മോട്ടോർ റെസ്റ്റ്ലെസ്നെസ്? ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ആൻസൈറ്റി കാരണമായിട്ട് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയെ നമ്മൾ എന്താ പറയുന്നത്? എജിറ്റേഷൻ എന്നല്ലേ പറയുക? എജിറ്റേഷൻ എന്നാണ് പറയുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓർക്കുന്നില്ലേ? ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഫോർ ആൻ ഇൻഎബിലിറ്റി ടു എക്സ്പീരിയൻസ് പ്ലഷർ ഇൻ എനി ആക്ടിവിറ്റി? എന്ത് ചെയ്തിട്ടും അവന് അതിലൊരു പ്ലഷർ കണ്ടെത്താൻ കഴിയുന്നില്ല, വല്ലാത്തൊരവസ്ഥയാണ്. അതിനെ നമ്മൾ പറയുന്നത് ആൻഹെഡോണിയ എന്നാണ്. ആൻഹെഡോണിയ എന്നാണ്. ദെൻ വാട്ട് ഡസ് റിട്രോഗ്രേഡ് അംനേഷ്യ റിഫേഴ്സ് ടു? ആന്റിറോഗ്രേഡ് അംനേഷ്യയും റിട്രോഗ്രേഡ് അംനേഷ്യയും നമ്മൾ പറഞ്ഞു. ഇതിൽ റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറഞ്ഞാൽ ഇൻഎബിലിറ്റി ടു റിക്കോൾസ് ഈവൻറ്റ് ബിഫോർ ഓൺസെറ്റ് ഓഫ് ഡിസോർഡർ. ഡിസോർഡർ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ, അഥവാ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഇൻഎബിലിറ്റി ടു റീകോൾ ഈവൻറ്റ്സ് ബിഫോർ ദ ഓൺസെറ്റ്. പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഓർമ്മയിലേക്ക് വരുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് അപ്രാക്സിയ? അപ്രാക്സിയ എന്ന് പറഞ്ഞാൽ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യമാണ്. പ്രാക്സിയ, PR ഫോർ പെർഫോമൻസ് അല്ലെ, പ്രാക്ടീസ്, പെർഫോമൻസ് എന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ പ്രവർത്തനത്തിൽ വരുന്ന വൈകല്യമാണ്. സോ ഇൻഎബിലിറ്റി ടു പെർഫോം മോട്ടോർ ടാസ്ക് ഡിസ്പൈറ്റ് നോർമൽ ഫങ്ഷൻ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഓഫ് റിപ്പിറ്റേറ്റീവ് ഇമിറ്റേഷൻ ഓഫ് അനദർ പേഴ്സൺസ് ബിഹേവിയർ? മറ്റൊരാൾ ചെയ്യുന്നത് പെർഫോമൻസ് ആണ് കേട്ടോ. പെർഫോമൻസ് അതേപോലെ ചെയ്യാനുള്ള പ്രവണതയ്ക്ക് എക്കോപ്രാക്സിയ കേട്ടോ. പ്രാക്സിയ കാണുമ്പോഴെല്ലാം പെർഫോമൻസ്, പ്രാക്ടീസ് എന്ന് ഓർത്തിരിക്കുക. മറ്റൊരാൾ ചെയ്യുന്നത് അതേപോലെ പ്രവർത്തിക്കുക. എക്കോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ശബ്ദം അങ്ങോട്ട് പോയാൽ അത് അതേപോലെ തിരിച്ചു കേൾക്കുന്നതാണ്. അപ്പോൾ പെർഫോമൻസ് ആണ് തിരിച്ചിതേപോലെ വരുന്നതെങ്കിൽ അത് എക്കോപ്രാക്സിയ. ഒരാൾ പറഞ്ഞത് തിരിച്ച് അതേപോലെ പറയുകയാണെങ്കിൽ എക്കോ ലാലിയ. ഓക്കെ അല്ലേ? അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫാൾസ് ബിലീഫ് ഡിസ്പൈറ്റ് കോൺട്രറി എവിഡൻസ്? ഫാൾസ് ബിലീഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവും. ഡെല്യൂഷൻ ആണ് അല്ലെ? ഡെല്യൂഷൻ ആണ്. കൃത്യമായിട്ട് തെളിവുകളില്ലാതെ, അഥവാ അത് സത്യമല്ല എന്ന തെളിവ് നമ്മുടെ അടുക്കലുണ്ട്, എന്നിരുന്നാൽ പോലും നമ്മുടെ വിശ്വാസം അതിന് കോൺട്രഡിക്ടറി ആയിരിക്കും. ഫാൾസ് ബിലീഫ് ആയിരിക്കും നമ്മുടെ വിശ്വാസം, തെറ്റായിട്ടുള്ള വിശ്വാസമായിരിക്കും. അതിന് ഡെല്യൂഷൻ എന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ ടേം ഫോർ എ ഫാൾസ് സെൻസറി പെർസെപ്ഷൻ? തെറ്റായിട്ടുള്ള കാഴ്ച അല്ലെങ്കിൽ കേൾവി.
ഒരു കാര്യം നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്നതിനെ എന്ത് പറയും? അത് ഹാലൂസിനേഷൻ ആണോ? ഫാൾസ് ആണ് കേട്ടോ. ഫാൾസ് സെൻസറി പെർസെപ്ഷൻ ആവുമ്പോൾ അത് ഹാലൂസിനേഷൻ ആണ് കേട്ടോ. ഫാൾസ് സെൻസറി പെർസെപ്ഷൻ. എറർ എന്നല്ല പറഞ്ഞു കേട്ടോ, തെറ്റായിട്ടുള്ള സെൻസറി പെർസെപ്ഷൻ. അഥവാ അവിടെ എന്തില്ല, അതാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത്. അവിടെ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലസ്, അവിടെ ആ ഒരു സാധനം കണ്ടതായിട്ട് അല്ലെങ്കിൽ കേട്ടതായിട്ടുള്ള ഒരു സ്റ്റിമുലസും അവിടെ ഇല്ല. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാതെ ഒരു കാര്യം കണ്ടതായിട്ട് കേട്ടതായിട്ട് നമുക്ക് തോന്നുന്നതിന് ഹാലൂസിനേഷൻ കേട്ടോ. സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ ഒരു കാര്യം കണ്ടു കേട്ടു, അപ്പൊ ഇല്ലാത്ത കാര്യം കണ്ടു എന്ന്, കേൾക്കാത്തത് കേട്ടു എന്ന് തോന്നുന്നത് ഹാലൂസിനേഷൻ ആണോ? സെറ്റ് അല്ലേ? then അടുത്ത ചോദ്യം, which condition involves preoccupation with one's own needs and lack of interest in others? ഒരാൾക്ക് അയാളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാനോ മറ്റൊരാളുടെ താല്പര്യത്തെക്കുറിച്ച് ബോധേഡാകാനോ കഴിയാത്ത അവസ്ഥയെ നമ്മൾ പറയുന്നത് നാർസിസം എന്നാ പറയുക. നാർസിസം അല്ലെ, നാർസിസം എന്നാണ് പറയുക. then what is the phenomenon of having a strong sensation that an event has been experienced before? ഒരു കാര്യം മുന്നേ നടന്നിട്ടുണ്ട് എന്ന് തോന്നല്, ഈ തോന്നലിന് പറയുന്ന, ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേര് ദേജാവു ആണ് അല്ലെ. മുന്നേ ഞാനിത് കണ്ടിട്ടുണ്ടല്ലോ എന്ന ഈ ഒരു തോന്നലിന് പറയുന്നത് ദേജാവു എഫക്റ്റ് എന്നാണ് അല്ലെ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സബ്ജക്റ്റീവ് സെൻസ് ഓഫ് ബീയിങ് അൺറിയൽ ഓർ അൺഫെമിലിയർ ടു വൺ സെൽഫ്? ഒരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? അൺറിയൽ ആയിട്ട്, അല്ലെങ്കിൽ താൻ അൺഫെമിലിയർ ആണ്, അഥവാ തനിക്ക് താൻ തന്നെ അപരിചിതനാണ് എന്ന തോന്നൽ, തൻ്റെ എക്സ്പീരിയൻസും തൻ്റെ പേഴ്സണാലിറ്റിയും തമ്മിൽ ഒത്തുപോകാത്ത ഒരു തോന്നലിന് നമ്മൾ പറയുന്നത് ഡീപേഴ്സണലൈസേഷൻ ആണ് അല്ലെ. തൻ്റെ എക്സ്പീരിയൻസും തൻ്റെ സെൽഫും ഒത്തുപോകാതിരിക്കുന്ന അവസ്ഥയെ നമ്മൾ ഡീപേഴ്സണലൈസേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എക്സ്പീരിയൻസും ഒത്തുപോകാതിരിക്കുന്നതിന് ഡി റിയലൈസേഷൻ എന്നും പറയും. ഓക്കെ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ ടേം ഓഫ് മിസ്പെർസെപ്ഷൻ ഓഫ് എ റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ്? ഇപ്പോൾ ഇവിടെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഹാലൂസിനേഷനിൽ നമ്മൾ പറഞ്ഞു അവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല, ഇല്ലാത്തൊരു കാര്യത്തെ കണ്ടു എന്ന് തോന്നുമ്പോഴാണ് ഹാലൂസിനേഷൻ. ഇവിടെ എന്താണ്, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട്, പക്ഷെ അതിനെ അങ്ങനെ അല്ല മനസ്സിലാക്കുന്നത്, അതിനെ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ ഒരു റോപ്പ് കിടപ്പുണ്ട്, അപ്പോൾ ഒരു സ്റ്റിമുലസ് ഉണ്ട്, പക്ഷെ അതിനെ റോപ്പായിട്ട് മനസ്സിലാക്കാതെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നു. അതിനെ നമ്മൾ ഇല്യൂഷൻ എന്നാ പറയുക. ഇവിടെ മിസ്പെർസെപ്ഷൻ എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. ഹാലൂസിനേഷനിൽ എന്തില്ല? എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ല കേട്ടോ. ഇവിടുത്തെ വ്യത്യാസം അതാണ്. ഇവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ട്, പക്ഷെ അതിനെ ശരിക്കും മനസ്സിലാകുന്നില്ല, അതാണ് ഇല്യൂഷൻ. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു സ്റ്റിമുലസേ ഇല്ല, ഒരു കാര്യം ഇല്ലാത്തൊരു കാര്യത്തെ കണ്ടു എന്ന് തോന്നുമ്പോൾ അത് ഹാലൂസിനേഷൻ ആണ്. Then which mental disorder is characterized by excessive and irrational concern about one's health? നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ഓവർ കൺസേൺ, ഇതിന് നമ്മൾ പറയുന്നത് ഹൈപ്പോകോൺട്രിയാഡിസിസ് ആണ് അല്ലെ. എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ള അമിതമായിട്ടുള്ള കൺസേൺ, പക്ഷെ അതിനെന്തുണ്ടാവില്ല, എവിഡൻസ് ഉണ്ടാവില്ല. എനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളാണെന്ന ഒരു ബോധം മാത്രം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോകോൺട്രിയാസിസ്. ഓക്കെ അല്ലേ? Then which of the following is best describe mood? മൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫീലിങ്സ് എന്ത് ചെയ്യണം, കുറച്ച് സമയമെങ്കിലും നിലനിൽക്കണം, പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല. അപ്പോൾ ഈ സസ്റ്റൈൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് ആണ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ. ഒരു എക്സ്പീരിയൻസ് കാരണമായിട്ട് നമുക്കുണ്ടാകുന്ന സസ്റ്റൈൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്. അപ്പോൾ മൂഡ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയത്തെങ്കിലും നിലനിൽക്കണം, പെട്ടെന്ന് വന്നു പോകുന്നത് അത് മൂഡല്ല, അത് ഇമോഷനാണ് കേട്ടോ. കുറച്ചുകൂടി സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ മൂഡ് എന്ന് പറയുന്നത്. Then what is the term for an emotional disorder characterized by mild distress? ചെറിയ ഡിസ്ട്രസ് കാരണമായിട്ട് നമുക്കുണ്ടാകുന്ന ഇമോഷണൽ ഡിസോർഡർ. ഇമോഷണൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ അത് ന്യൂറോസിസ് ആണ് കേട്ടോ. സൈക്കോസിസ് അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. വിച്ച് ഈസ് ദ ടേം ഫോർ പാത്തോളജിക്കൽ റിപ്പീറ്റേഷൻ ഓഫ് ഫ്രൈസസ് ഓഫ് ഓർ വേർഡ്സ്? ഒരാൾ ചില ഫ്രൈസസ് അല്ലെങ്കിൽ ചില വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെ നമ്മൾ പറയുന്നത് വെർബീജ് ഇറേഷൻ ആണ്. മറ്റൊരാൾ പറയുന്നത് ഇയാൾ റിപ്പീറ്റ് ചെയ്യുന്നൊന്നുമല്ല, ഒരു നിശ്ചിത വാക്ക് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് വെർബീജ് ഇറേഷൻ ആണ് കേട്ടോ. ഒരാൾ പറഞ്ഞത് ഏറ്റു പറയുമ്പോഴാണ് അത് എക്കോലാലിയ ആയിട്ട് മാറുന്നത്. ഡിഫറൻസ് മനസ്സിലാക്കണേ. ദെൻ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എ കണ്ടീഷൻ വിത്ത് അൺവാണ്ടഡ്, ആവശ്യമില്ലാത്ത റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ചിന്തകളെയും പ്രവർത്തനങ്ങളെയും പെരുമാറ്റങ്ങളെയുമാണ് OCD എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അത് കാരണമായിട്ട് അയാളുടെ ഡെയിലി ലൈഫ് പോലും തകരാറിലാവുക,
അതിനെ നമ്മൾ OCD എന്ന് പറയുന്നു. ദെൻ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഓർമ്മയെ ബാധിക്കുന്ന, നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന, നമ്മുടെ യുക്തിചിന്തയെ ബാധിക്കുന്ന ഒരു ക്രോണിക് ബ്രെയിൻ ഡിസോർഡർ ആണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്, അല്ലെ? ക്രോണിക് ആണ്. ക്രോണിക് എന്ന് പറയുമ്പോൾ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന, കുറച്ചൊന്നല്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് പെട്ടെന്നൊന്നും ഇതിനെ സുഖപ്പെടുത്താൻ കഴിയില്ല. അതാണ് ക്രോണിക് ഡിസോർഡർ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ക്രോണിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. പെട്ടെന്നൊന്നും നമുക്ക് അതിനെ ക്യൂർ ചെയ്യാൻ കഴിയില്ല. ദെൻ വാട്ട് ഡസ് ഫ്ലാറ്റ് എഫക്ട് റെഫർ ടു? ഫ്ലാറ്റ് എഫക്ട് ഒരു പിക്ചർ ഞാൻ കാണിച്ചു തന്നു. ഒരു ഇമോഷനും ഇല്ലാത്ത അവസ്ഥ, ലാക്ക് ഓഫ് ഇമോഷണൽ എക്സ്പ്രഷൻ, അല്ലെ? ഒരു ഇമോഷണൽ എക്സ്പ്രഷനും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഫ്ലാറ്റ് എഫക്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഡിസോർഡർ ഇൻവോൾവ്സ് എ സിവിയർ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആൻഡ് ഡിസ്ഓറിയന്റേഷൻ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ്. ആൾക്ക് കൺഫ്യൂഷനും ഡിസ്ഓറിയന്റേഷനും, കൃത്യമായിട്ട് കാര്യങ്ങൾ കേന്ദ്രീകൃത സ്വഭാവത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നില്ല. ഇതിന് നമ്മൾ പറയുന്നത് ഡെലീരിയം ആണ് കേട്ടോ. ഡെലീരിയം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയാണ്. ദെൻ വാട്ട് ഈസ് ട്രാൻസ്ഫറൻസ് ഇൻ സൈക്കാട്രി? എന്താണ് ട്രാൻസ്ഫറൻസ്? തൻ്റെ സിഗ്നിഫിക്കൻ്റ് അതർ അഥവാ തൻ്റെ പാരൻസ് തന്നെ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ ആയിരിക്കും തെറാപ്പിസ്റ്റും തന്നെ കാണാൻ പോകുന്നത് എന്ന ഫീലിംഗ് ആണ്. സോ പ്രൊജക്ഷൻ ഓഫ് ഫീലിംഗ്സ് ഫ്രം ഏർലി ലൈഫ് ഓൺ ടു എ തെറാപ്പിസ്റ്റ്. തൻ്റെ കുട്ടിക്കാലത്ത് മറ്റുള്ളവർ എങ്ങനെയാണോ തന്നെ കണ്ടത് അതേപോലെ തന്നെ ആയിരിക്കും തെറാപ്പിസ്റ്റും കാണാൻ പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ നന്നാക്കാൻ കഴിയില്ല, അപ്പോൾ തെറാപ്പിസ്റ്റിനും അതിന് കഴിയില്ല എന്ന ആ ഒരു പ്രൊജക്ഷനെയാണ് എന്ത് പറയുക? ട്രാൻസ്ഫറൻസ് എന്ന് പറയുക. സെറ്റല്ലേ? ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫോളിയോ എഡക്സ്? നമ്മളവിടെ ജോക്കറിൻ്റെയൊക്കെ പിക്ചർ തന്നിട്ട് പറഞ്ഞ സാധനമാണ്. രണ്ട് ആളുകൾ തമ്മിലുള്ള ഡെല്യൂഷനെ ഷെയർ ചെയ്യുക. പരസ്പരം ഇഷ്ടമുള്ള രണ്ടാളുകൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ഫാൾസ് ബിലീഫിനെ പരസ്പരം ഷെയർ ചെയ്യുന്നതിനാണ് ഫോളിയ എഡിക്സ് എന്ന് പറയുന്നത്. അതിരൻ എന്ന മലയാളം മൂവിയും അതേപോലെ ജോക്കർ എന്ന മൂവിയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ദെൻ അടുത്ത കുറച്ച് പ്രസ്താവനകൾ കൂടി നമുക്ക് നോക്കാം. കുറച്ച് അസേർഷൻ ആണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റെപ്പിറ്റേറ്റീവ് തോട്ട്സ് ആൻഡ് കമ്പൾസീവ് ബിഹേവിയേഴ്സ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ സാധനമാണ്, അത് കറക്റ്റ് ആണ്. Then OCD is a personality disorder that primarily affects emotional regulation rather than thought process. ഇത് നമ്മുടെ ഇമോഷണൽ റെഗുലേഷനെ ആണോ അഫക്റ്റ് ചെയ്യുന്നത്? അല്ല, തോട്ട് പ്രോസസ്സിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. അസേർഷൻ കറക്റ്റ് ആണ്. OCD നമ്മുടെ തോട്ട് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. തോട്ട് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു, ബിഹേവിയറൽ റെപ്പിറ്റേഷനെയും അത് കാരണമാകുന്നു. സോ അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷേ റീസണിങ് തെറ്റിപ്പോയിട്ടുണ്ട്. അടുത്ത ചോദ്യം, കാറ്റലപ്സി ഈസ് എ കണ്ടീഷൻ വേർ എ പേഴ്സൺ മെയിൻറ്റെയിൻസ് എ ഇമ്മൊബൈൽ പോസ്റ്റർ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്. ഒരാൾ കുറച്ച് കാലത്തേക്ക് ഒരു നിശ്ചിത പോസ്റ്ററിൽ സ്റ്റക്ക് ആകുന്നതിനാണ് കാറ്റലപ്സി എന്ന് പറയുന്നത്. കറക്റ്റാണ്. കാറ്റലപ്സി ഈസ് കോമൺലി ഒബ്സർവ്ഡ് ഇൻ സ്കിസോഫ്രീനിയ, കാറ്ററ്റോണിക് സ്റ്റേറ്റസിൽ എന്ന് പറയുമ്പോഴും കറക്റ്റാണ്. സ്കിസോഫ്രീനിയ ഉള്ള ആളുകളിലും കാറ്ററ്റോണിക് സ്റ്റേറ്റ്സ് അതും ഒരു ഇതേപോലുള്ള അസുഖങ്ങളാണ്. പലതരത്തിലുള്ള പോസ്റ്റേഴ്സിൽ സ്റ്റക്കായി പോകുന്ന അവസ്ഥയാണ് കാറ്ററ്റോണിക് സ്റ്റേറ്റ്സ്. ഇതൊക്കെ കാറ്റലപ്സി ഈ ഒരു രോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകും എന്ന് പറയുന്നതും കറക്റ്റാണ്. അപ്പോൾ അസേർഷനും റീസണിങ് കറക്റ്റാണ്. അസേർഷൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഹാലൂസിനേഷൻ. ഹാലൂസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാൾസ് സെൻസറി പെർസെപ്ഷൻ ആണ്. എന്തുകൂടി നോക്കണം? അവിടെ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ല എന്നതുകൂടി നോക്കണം. അതും കറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്. അപ്പോൾ ഒന്നില്ലാത്തത് നമുക്ക് വെട്ടാം. ദെൻ ഹാലൂസിനേഷൻ ക്യാൻ ഒക്യൂർ ഇൻ എനി ഓഫ് ദ 5 സെൻസസ്. ഏത് സെൻസറി ഓർഗൻസിൽ കാരണമായിട്ടും, അഥവാ ഇല്ലാത്തത് കണ്ടുവെന്നും കേൾക്കാത്തത് കേട്ടുവെന്നും ഫീൽ ചെയ്യാത്തത് ഫീൽ ചെയ്തുവെന്നും ഇല്ലാത്ത ഗന്ധം ആസ്വദിക്കുന്നതായിട്ടും ഇല്ലാത്ത ടേസ്റ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ തോന്നാം. കാഴ്ചയിലും കേൾവിയിലും മാത്രമല്ല, 5 സെൻസറി ഓർഗൻസിലും ഹാലൂസിനേഷൻ ഉണ്ടാവും. സോ രണ്ടും ശരിയാണ്. രണ്ടിലും ഉണ്ട് അല്ലേ? 3 കൂടി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആവും. വിഷ്വൽ ഹാലൂസിനേഷൻ ആർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഇൻ സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയ കാണുന്നതിൽ സ്കിസോഫ്രീനിയയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, ഓപ്ഷൻ എ ആണ്. ദെൻ ഹാലൂസിനേഷൻ എപ്പോഴും സബ്സ്റ്റൻസ് അബ്യൂസ് കാരണമായിട്ടല്ല ഉണ്ടാകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഹാലൂസിനേഷൻ വരാറുണ്ട്. പക്ഷേ ഹാലൂസിനേഷൻ ഒരുപാട് കാരണങ്ങളുണ്ട്. സ്കിസോഫ്രീനിയ പോലുള്ള അസുഖങ്ങൾ, അങ്ങനെ പല അസുഖങ്ങളുടെയും ഭാഗമായിട്ട് ഹാലൂസിനേഷൻ ഉണ്ടാകാറുണ്ട്. ദെൻ അടുത്ത ചോദ്യം, ആൻസൈറ്റി ഡിസോർഡറായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന. ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഇൻവോൾവ് എക്സസീവ് ഫിയർ ആൻഡ് വറി ദാറ്റ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിലെ പ്രവൃത്തിയെ ബാധിക്കുന്ന അമിതമായിട്ടുള്ള പേടി, ദുഃഖം, ഇതൊക്കെയാണ് ആൻസൈറ്റി ഡിസോർഡർ
എന്ന് പറയുന്നത്. അപ്പോൾ ആൻസൈറ്റി ഡിസോർഡർ കാരണമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. നമുക്ക് തെറ്റാണ് വേണ്ടത് അല്ലേ, നമുക്ക് തെറ്റാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് ശരിയാണ്. അപ്പോൾ ഒന്നുള്ളത് വെട്ടാം. Then panic disorder, phobias and generalized anxiety disorders are types of anxiety disorder. ആൻസൈറ്റി ഡിസോർഡറിന്റെ പല ടൈപ്സ് ആണ് ഈ പറയപ്പെട്ട പാനിക് ഡിസോർഡർ, ഫോബിയ, ജനറൽ ആൻസൈറ്റി ഡിസോർഡർ. അതും ശരിയാണ്, രണ്ട് ശരിയാണ്. അപ്പോൾ രണ്ടുള്ളത് വെട്ടാം. ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഡു നോട്ട് അഫക്ട് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഏതൊരു മാനസിക അസുഖവും നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ മൂന്ന് തെറ്റാണ്. രണ്ടിലും മൂന്നുണ്ട് അല്ലേ. ദെൻ CBT ആൻഡ് മെഡിക്കേഷൻസ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ആൻസൈറ്റി ഡിസോർഡറിനെ പരിഹരിക്കാൻ പറ്റിയ രണ്ട് രീതികളാണ് CBTയും മെഡിക്കേഷൻസും. അതും ശരിയാണ്. അപ്പോൾ മൂന്ന് മാത്രമാണ് തെറ്റ് കേട്ടോ, മൂന്ന് മാത്രമാണ് തെറ്റ്. ഈ CBT അതേപോലെ മെഡിക്കേഷൻസ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷനെ പറയുന്നുള്ളൂ കേട്ടോ. തെറാപ്പിയെക്കുറിച്ചല്ല നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൂന്ന് മാത്രമാണ് തെറ്റ്. ദെൻ അടുത്ത ചോദ്യം, കാറ്റലപ്സി ആയിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റലപ്സി ഈസ് എ കണ്ടീഷൻ വേർ എ പേഴ്സൺ മെയിൻറ്റെയിൻസ് എ റിജിഡ് ആൻഡ് ഫിക്സഡ് പോസ്ചർ ഫോർ എ ലോങ് ടൈം. ശരിയല്ലേ? ഒരു നിശ്ചിത പോസ്ചറിൽ ഒരാൾ കുറേ നേരത്തേക്ക് സ്റ്റക്കായി പോകുന്നതാണ് കാറ്റലപ്സി. അത് ശരിയാണ്. ദെൻ ഇറ്റ് ഈസ് എ കോമൺലി അസോസിയേറ്റഡ് വിത്ത് സ്കിസോഫ്രീനിയ, കാറ്ററ്റോണിയ തുടങ്ങിയ അവസ്ഥകളുള്ള ആളുകൾക്ക് ഈ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. കറക്റ്റാണ്. കാറ്റലപ്സി ഈസ് എ വോളണ്ടറി ആക്ഷൻ എന്ന് പറയുമ്പോൾ തെറ്റാണ്. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അയാളിൽ ഇൻവോളണ്ടറി ആയിട്ട് സംഭവിക്കുന്നതാണ്. സോ ഇത് തെറ്റാണ്, അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് 1, 2 ശരിയാണ്. അപ്പോൾ 1 ഇല്ലാത്തത് വെട്ടാം. 2ഉം ശരിയാണ്, 2 ഇല്ലാത്തത് വെട്ടാം. 3 തെറ്റാണ്, അപ്പോൾ 3 ഉള്ളത് വെട്ടാം. അപ്പോൾ ഉത്തരമായി കഴിഞ്ഞു. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാക്സി ഫ്ലെക്സിബിലിറ്റി എന്നും ഇതിന് പേരുണ്ട്. അതും കറക്റ്റാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? ദെൻ അവസാനത്തെ ചോദ്യം, സൈക്കോസിസുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന വേണം. തെറ്റായിട്ടുള്ള പ്രസ്താവന. സൈക്കോസിസ് ഈസ് എ സീവിയർ മെന്റൽ കണ്ടീഷൻ ദാറ്റ് ഇംപേഴ്സ് എ പേഴ്സൺസ് എബിലിറ്റി ടു ഫങ്ഷൻ ഇൻ എ റിയാലിറ്റി. ഒരു റിയാലിറ്റി കണ്ടീഷനിൽ ഒരാൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. അഥവാ അയാളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? സൈക്കോസിസ് എന്ന് പറയുക. ശരിയല്ലേ? ശരിയാണ്. നമുക്ക് തെറ്റാണ് വേണ്ടത്. ഇറ്റ് ഈസ് ഓൺലി കോസ്ഡ് ബൈ സ്കിസോഫ്രീനിയ മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. അപ്പോൾ 2 തെറ്റാണ്. അപ്പോൾ 1 ശരിയാണ്. അപ്പോൾ 1 ഉള്ളത് നമുക്ക് വെട്ടാം. 2 തെറ്റാണ്. അപ്പോൾ 2 ഇല്ലാത്തത്. ഇപ്പോൾ എയും സിയിലും 2 ഉണ്ട് അല്ലേ. ഇനി നേരെ 4ാമത്തെ നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. കുഴപ്പമില്ല, നമുക്ക് ഓരോന്ന് നോക്കി പോവാം. സിംറ്റംസ് ഓഫ് സൈക്കോസിസ് ഇൻക്ലൂഡ് ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ ആൻഡ് ഡിസ്ഓർഗനൈസ്ഡ് തിങ്കിങ്. ഇതെല്ലാം സൈക്കോസിസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ പല മെന്റൽ ഡിസോർഡേഴ്സിന്റെയും ലക്ഷണങ്ങളാണ്. അതൊക്കെ. ദെൻ സൈക്കോസിസ് ക്യാൻ ബി കോസ്ഡ് ബൈ ഡ്രഗ് യൂസ് കാരണമായിട്ടും ബ്രെയിൻ ഇഞ്ചുറി കാരണമായിട്ടും മൂഡ് ഡിസോർഡർ കാരണമായിട്ടും എല്ലാം സൈക്കോസിസ് ഉണ്ടാകാം. അതും ശരിയാണ്. അപ്പോൾ 2 മാത്രമാണ് തെറ്റ്. ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കാട്രിക് എന്ന ടോപ്പിക്ക് അഥവാ സൈക്കാട്രിയെ കുറിച്ചുള്ള പ്രാഥമിക കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.